ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ അറിവിൽ ഏറ്റവും സങ്കീർണമായ അവയവമാണ് മനുഷ്യൻ്റെ 1.5 കിലോ ഭാരം മാത്രമുള്ള തലച്ചോർ. ഇന്നും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്ത അവയവം. എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ബ്രെയിൻ. തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുന്ന രോഗങ്ങളും തകരാറുകളും പരിഹരിക്കുന്ന ന്യൂറോ സർജൻ ആരാണ് നമുക്ക്? നമസ്കാരം. സയൻസ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ശ്രീ ചിത്രതിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസിലെ പ്രധാന ന്യൂറോ സർജൻ ഡോക്ടർ ഈശ്വർ ആണ് ഇന്ന് സയൻസ് ടോക്കിൽ അതിഥി. സ്വാഗതം ഡോക്ടർ ഈശ്വർ. നമസ്കാരം. ഹ്യൂമൻ ബ്രെയിൻ, ദ മോസ്റ്റ് കോംപ്ലെക്സ് ഓർഗൻ. അപ്പോൾ എങ്ങനെയാണ് ഒരു ന്യൂറോ സർജൻ്റെ പ്രൊഫഷൻ? കാരണം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരു അവയവത്തിൽ എങ്ങനെയാണ് സർജറി നടത്തുന്നത്? ഏകദേശം 20 വർഷത്തോളം ശ്രീചിത്രയിൽ തന്നെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷവും ഒട്ടനവധി ശസ്ത്രക്രിയകൾ മസ്തിഷ്കത്തിൽ ചെയ്തതിന് ശേഷവും എനിക്കിതിനെക്കുറിച്ച് വളരെയധികം അറിവൊന്നും ഇല്ല എന്ന് പറയുന്നതാണ് സത്യം. ഒരുപക്ഷെ സങ്കീർണത കൊണ്ട് തന്നെയാണ് അതിൻ്റെ സവിശേഷതയും. കാരണം നമ്മളെല്ലാവരും പറയാറുണ്ട്, ഏകദേശം 1 മീറ്റർ ആമാശയം എടുത്ത് നീക്കം ചെയ്താലും വലിയൊരു പ്രശ്നം വരില്ല. പക്ഷേ വെറും 5 മില്ലിമീറ്റർ ബ്രെയിനിൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു പാർട്ട് മസ്തിഷ്കം നീക്കം ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ അവസ്ഥ വളരെ ഗുരുതരമായി ഭവിക്കും. നമ്മുടെ ഈ ശ്രീചിത്രയിലെ അല്ല, എവിടെ ആയാലും ഈ ന്യൂറോ സർജറിക്ക് വരുന്നവർക്ക് ശ്രേഷ്ഠമായ ഒരു സവിശേഷമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ഇൻഎക്സാക്ട് സയൻസ്. ഒരു ശരിയല്ല, എന്ത് ചെയ്താലും അതിൻ്റെ എന്താണ് അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഫലം എന്ന് പലപ്പോഴും നമുക്ക് പ്രവചിക്കാനൊക്കെ ഇല്ല. ഈ സങ്കീർണതയാണ് ന്യൂറോ സർജറിയെ ഒരു വളരെ സവിശേഷമായ ഒരു ശാസ്ത്രശാഖയായി മാറ്റുന്നത്. കാരണം ഇപ്പോഴും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പലതും മനസ്സിലാക്കിയിട്ടില്ല. ശാസ്ത്രം ഒട്ടേറെ മുന്നേറിയിട്ടുണ്ടെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. എൻ്റെ 20 വർഷത്തിനുള്ളിൽ തന്നെ ബ്രെയിനിൻ്റെ പ്രവർത്തനം, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി അറിവ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഘടനയെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിനെ കാണാനും അതിനെ മാറ്റാനും ഒരു ശസ്ത്രക്രിയ വഴിയും അല്ലാതെയും മാറ്റാനുള്ള കഴിവ് മനുഷ്യരാശി സിദ്ധിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ന്യൂറോ സർജറിയാക്കി മാറ്റുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ന്യൂറോ സർജറി പഠിക്കണമെങ്കിൽ തുടർച്ചയായ ഒരു പ്രവൃത്തിയാണ്. അത് പലരും ഞങ്ങളുടെ അവിടെ ഡ്യൂട്ടി എടുക്കുന്നത് 36 മണിക്കൂറും 48 മണിക്കൂറും തുടർച്ചയായ ഡ്യൂട്ടി എടുക്കേണ്ടി വരും. കാരണം ഒരു രോഗിയിൽ കാണുന്ന മാറ്റങ്ങൾ അതെപ്പോഴുണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. ഈ മാറ്റങ്ങളുടെ പഠനമാണ് ഒരു ന്യൂറോ സർജൻ ആക്കുന്നതും ആ മാറ്റങ്ങളോട് പ്രതികരിക്കാനുള്ള കഴിവും അറിവും നേടുന്നതും. അതാണ് ന്യൂറോ സർജറി പഠിക്കാനുള്ള എല്ലാവരുടെയും ഒരു എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ക്ഷമ. ഒരുപാട് സമയം ക്ഷമയോടെ ജോലി ചെയ്യാനുള്ള ഒരു കഴിവ്, ഉറക്കം സാക്രിഫൈസ് ചെയ്യാൻ മാറ്റിവെക്കാനുള്ള ഒരു കഴിവ്, മറ്റൊരു കാര്യവും ചെയ്യാതെ ന്യൂറോ സർജറി തന്നെ വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള ഒരു കഴിവ്. ഇതൊക്കെയാണ് ഒരു ന്യൂറോ സർജൻ ആവാൻ വേണ്ട കാര്യങ്ങൾ. ചരിത്രാതീത കാലം മുതൽ തന്നെ നമ്മളെ ഇന്നും അലട്ടിയിരുന്ന ചോദ്യങ്ങൾ, നമ്മൾ ആരാണ്, എന്താണ് നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ ഇമോഷൻസിനെയൊക്കെ നിയന്ത്രിക്കുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നല്ലോ. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് മനസ്സാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. പിന്നീട് അത് ബ്രെയിനിലേക്ക് എത്തിയ ആ പഠനങ്ങൾ. അപ്പോൾ മനസ്സ് എവിടെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? മനസ്സ് എന്നൊരു സ്ട്രക്ചർ ഇല്ല. മനസ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഇതാണ് മനസ്സ് എന്ന് കാണിക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മനസ്സിനെ മനസ്സാക്കുന്നത് ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ എവിടെയാണ് ഇരിക്കുന്നത്? മസ്തിഷ്കത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. സപ്പോസിങ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഷാരൂഖ് ഖാനോ മമ്മൂട്ടിയോ മോഹൻലാലോ എതിരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ആദ്യമായി നമ്മുടെ റെറ്റിനയിൽ ആ വ്യക്തിയുടെ ഇമേജ് രൂപം വീഴുന്നു. ഇത് ഒപ്റ്റിക് നെർവ്, കണ്ണിൻ്റെ ഞരമ്പിൽ കൂടി പോയിട്ട് ഒരു സ്ഥലത്തെത്തി രണ്ടായിട്ട് പിരിഞ്ഞ് രണ്ട് വശത്തും മസ്തിഷ്കത്തിൻ്റെ രണ്ട് വശങ്ങളിലേക്ക് ഈ സന്ദേശം പോകുന്നു. അത് കഴിഞ്ഞ് രണ്ട് ന്യൂറോൺസ് വഴി, രണ്ട് സെറ്റ് ഓഫ് ന്യൂറോൺസ് വഴി തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള ഓക്സിപിറ്റൽ ലോബിലെത്തും. ഈ ഓക്സിപിറ്റൽ ലോബിലെത്തുമ്പോൾ ഈ രൂപം, അതായത് റെറ്റിനയിൽ വീഴുന്ന
മമ്മൂട്ടിയുടെയോ മോഹൻലാലിയോ ഷാരൂഖ് ഖാൻ്റെയോ രൂപം നമ്മുടെ ഓക്സിപിറ്റൽ ലോബിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓർമ്മയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇമേജസുമായിട്ട് അത് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ആ സമയത്ത് ഒരു തിരിച്ചറിവുണ്ടാവും. അപ്പോഴേക്കും നമ്മൾ പ്രതികരിക്കും. ഇതല്ലേ മനസ്സെന്ന് പറയുന്നത്. നമ്മുടെ പ്രതികരണവും, നമ്മൾ ആദ്യം ഒരു കാര്യം, ഒരു അറിവ് അതിൽ നിന്ന് കിട്ടുന്നു, ആ അറിവ് ഉള്ള അറിവുമായിട്ട് താരതമ്യപ്പെടുത്തി അത് കൺഫേം ചെയ്യുന്നു, പിന്നീട് അതിനോട് പ്രതികരിക്കും. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നത് മസ്തിഷ്കത്തിനുള്ളിലാണ്. യാതൊരു സംശയവും വേണ്ട, മനസ്സ് എന്നുള്ളത് മസ്തിഷ്കം തന്നെയാണ്. ഓർമ്മ എവിടെയുണ്ടോ അവിടെയാണ് മനസ്സ്. ഓർമ്മയുടെ സീറ്റ് ഓഫ് മെമ്മറി ഈസ് ഡെഫിനറ്റ്ലി ദ ഹ്യൂമൻ ബ്രെയിൻ. അപ്പോൾ നമ്മുടെ പേഴ്സണാലിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്നതും ബ്രെയിൻ തന്നെയാണ്. അബ്സല്യൂട്ട്ലി. ഓരോ വ്യക്തിയെയും ആ വ്യക്തി ആക്കുന്നത് അവരുടെ മസ്തിഷ്കത്തിൻ്റെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം അവിടെ വരുന്നത് മസ്തിഷ്കം കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇൻഡ്യൂഷൻസ്, ഇപ്പോൾ ഇപ്പോൾ സാർ പറഞ്ഞ ഉദാഹരണങ്ങൾ മെമ്മറിയുമായിട്ട് റിലേറ്റ് ചെയ്ത്, അപ്പോൾ ഇൻഡ്യൂഷൻസ് ഓരോരുത്തർക്കും ഉണ്ടാകുന്നതോ അതെങ്ങനെയാണ്? അതിനെക്കുറിച്ച് പഠനം ഇതുവരെയും ഒന്നും തെളിയിച്ചിട്ടില്ല. പക്ഷേ ഇൻഡ്യൂഷൻ ആണെങ്കിൽ പോലും അതിലൊരു മെമ്മറിയുടെ ഒരു ഘടകമുണ്ട്, ഓർമ്മയുടെ ഒരു ഘടകം. അതുകൊണ്ട് മെമ്മറി സ്റ്റോർ ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ്, അങ്ങനെ പല സ്ട്രക്ചേഴ്സ്, ഹിപ്പോ ക്യാമ്പസ്, മാമലറി ബോഡീസ്, ഇങ്ങനെ കുറേ ചെറിയ ചെറിയ സ്ട്രക്ചേഴ്സാണ്. ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഒരു ചെയിൻ ഓഫ് ന്യൂറോൺസ് ഇങ്ങനെ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വഴി, ഒരു കെമിക്കൽ റിയാക്ഷൻ വഴി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ന്യൂറോൺസിലാണ് ഓർമ്മ ഒരു കാര്യം സൂക്ഷിക്കുന്നത്. ഈ ഓർമ്മയാണ് നമ്മുടെ മനസ്സിനെ മനസ്സാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ യാതൊരു സംശയവും വേണ്ട, മനസ്സ് എന്ന് പറയുന്നത് മസ്തിഷ്കം തന്നെയാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു പാർട്ട് നമുക്ക് മസ്തിഷ്കത്തിൽ കാണിക്കാനില്ല, പക്ഷെ മൊത്തത്തിൽ ആകത്തുകയായിട്ടുള്ളൊരു പ്രവർത്തനം നമുക്കൊരു മനുഷ്യനാക്കുന്ന അയാളുടെ കൈയും കാലും മനസ്സും തലയും എല്ലാം ചേർന്നാണല്ലോ. അപ്പോൾ അതിലും മസ്തിഷ്കത്തിന് തന്നെ വിഭിന്നമായ പല പ്രദേശങ്ങൾക്ക് പല ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓക്സിപിറ്റൽ ലോബ്, അതായത് തലച്ചോറിൻ്റെ ബാക്ക് വശം, അത് നമ്മുടെ കാഴ്ചയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, കാഴ്ചയെ നിയന്ത്രിക്കുന്നത് അതുവഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈയുടെയും കാലിൻ്റെയും ചലനം, വലതുവശത്തെ കൈയുടെയും കാലിൻ്റെയും ചലനം ഇടതുവശത്തെ ഫ്രോണ്ടൽ ലോബിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഇടതുവശത്തെ കൈയുടെയും കാലിൻ്റെയും ചലനം വലതുവശത്തെ ഫ്രോണ്ടൽ ലോബിലായിരിക്കുന്നത്. ഇത് പെൻഫീൽഡ് എന്ന് പറഞ്ഞൊരു ന്യൂറോ സർജൻ പണ്ട് കാനഡയിൽ ഉണ്ടായിരുന്നു. ഇദ്ദേഹം ചെയ്ത ഒരു പരീക്ഷണത്തിലൂടെയാണ് ഇത് തിരിച്ചറിഞ്ഞത്. പെൻഫീൽഡ് എന്ന് വെച്ചാൽ തലയോട്ടി ശസ്ത്രക്രിയ ചെയ്യുന്ന വേളയിൽ തലയോട്ടി പുറത്തെടുക്കും, എന്നിട്ടാണ് നമ്മൾ മസ്തിഷ്കത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. അതിനു മുമ്പ് ഡ്യൂറ എന്നൊരു ലെതറി ഒരു കവറിങ് കൂടിയുണ്ട്, അതിനെയും കൂടി തുറന്നിട്ട് നമ്മൾ ഉള്ളിൽ പ്രവേശിക്കും. ഈ ഉള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിന് വേദന അറിയാനുള്ള ശക്തിയില്ല. നമ്മുടെ കയ്യിലോ കാലിലോ നുള്ളിയാലോ തൊട്ടാലോ അറിയും, പക്ഷെ മസ്തിഷ്കത്തിൽ തൊട്ടാൽ അറിയില്ല. അപ്പോൾ മസ്തിഷ്കത്തിൽ അദ്ദേഹം ചെറിയ ചെറിയ കറണ്ട് ഉപയോഗിച്ച് ഓരോ സ്ഥലത്ത് കറണ്ട് അടിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുക? നിങ്ങൾ ഓർക്കണം, അന്ന് അനസ്തീഷ്യയില്ല, ലോക്കൽ അനസ്തീഷ്യയിലാണ് ഇത് ചെയ്യുന്നത്, മനസ്സിലായി? അപ്പോൾ കറണ്ട് അടിക്കുമ്പോൾ കൈ അനക്കുന്നത് കണ്ടു. അപ്പോൾ അദ്ദേഹം ആ പടം വരച്ചിട്ട് അതിൽ ഇതാണ് കൈ ചലിപ്പിക്കുന്ന ഏരിയ, ഇതാണ് കാൽ ചലിപ്പിക്കുന്ന ഏരിയ, ഇതാണ് സംസാരത്തിൻ്റെ ഏരിയ. ഇങ്ങനെ അദ്ദേഹം ഒരു ചാർട്ട് ഉണ്ടാക്കി. അത് ഇന്നും ആ ചാർട്ട് നിലവിലുണ്ട്. അത് മനസ്സിലായി, ഹോമോഗ്രാം എന്ന് പറയുന്നത്. ഇതാണ് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിച്ചത്. അപ്പം ഓരോ മേഖലയ്ക്കും ഓരോ ഫങ്ഷൻ ഉണ്ട്. എല്ലാം കൂടി കൂട്ടിച്ചേർന്നാണ് മസ്തിഷ്കം, അല്ലാതെ ഒരു സ്ഥലം മാത്രമല്ല. ഉദാഹരണത്തിന് ചില സർജറി ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ എടുത്തു കളയുമ്പോഴേക്കും ആ ഭാഗത്തിൻ്റെ ഫങ്ഷൻ പോകും, ഓർമ്മ നശിക്കുന്നു, കൈയുടെയോ കാലിൻ്റെയോ പ്രവർത്തനം ഇല്ലാതാകുന്നു, കണ്ണിൻ്റെ കാഴ്ച ഇല്ലാതാകുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തിനും ഓരോ ഒരു റോളുണ്ട്. ആ ഭാഗം അത് നിർവഹിക്കുന്നു. അതെല്ലാം കൂടി ചേർന്നാണ് മസ്തിഷ്കം, അതെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് മനസ്സ്. ബ്രെയിനും സ്പൈനും ചേർന്ന് ഈ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ഒരു ന്യൂറോ സർജൻ്റെ ഇടപെടൽ ആവശ്യമായി വരുന്ന ഒരു ന്യൂറോ സർജന് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ഹെഡ് ഇഞ്ചുറീസ് ആൻഡ് സ്പൈനൽ ഇഞ്ചുറീസ്. പിന്നെ അതല്ലാതെ തന്നെ നാഡീവ്യൂഹത്തിനെ ബാധിക്കുന്ന ഒന്ന് ട്യൂമർ, ബ്രെയിൻ ട്യൂമേഴ്സ്, സ്പൈനൽ കോർഡ് ട്യൂമേഴ്സ്, നട്ടെല്ലിലുണ്ടാകുന്ന മുഴകൾ, പിന്നെ അതുപോലെ അപസ്മാരം. പിന്നെ ഇപ്പോൾ ഈ പാർക്കിൻസോണിസം പോലുള്ള അസുഖങ്ങൾക്കും ന്യൂറോ സർജറിയിൽ ശസ്ത്രക്രിയ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തലച്ചോറിലെ നീർക്കെട്ടുകൾ, ഹൈഡ്രോസെഫാലസ്, ഹൈഡ്രോ മീൻസ് വെള്ളം, സെഫാലസ് മീൻ ബ്രെയിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ഇപ്പോൾ സൈക്കോ സർജറിയും ഇപ്പോൾ വരുന്നുണ്ട് ന്യൂറോ സർജൻസ്. ഇതൊക്കെയാണ് സാധാരണയായി ഒരു ന്യൂറോ സർജൻ
ചെയ്യേണ്ട, അതായത് ന്യൂറോ സർജറിയുടെ ഭാഗമായിട്ട് അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? നമ്മൾ എപ്പോഴാണ് ഒരു ന്യൂറോ സർജൻ്റെ അടുക്കൽ എത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ന്യൂറോളജിയിൽ കാണിക്കേണ്ടത്? ന്യൂറോ സർജറിയിൽ ഒരു രോഗിയായിട്ട് വരുന്നത് ഒരു അത്ര നല്ല കാര്യമല്ല. ന്യൂറോ സർജനെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഇത് ബ്രെയിൻ ട്യൂമർ ആവുകയാണെങ്കിൽ ഹെഡ് ഇഞ്ചുറി മാറ്റിവെക്കാം. കാരണം അത് തലച്ചോറിന് ക്ഷതം ഏറ്റിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇപ്പോൾ ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ സിംറ്റംസ് എടുക്കുകയാണെങ്കിൽ, ബ്രെയിൻ ട്യൂമറിൽ ആദ്യം ഉണ്ടാകുന്ന തലവേദനയോടൊപ്പം ഛർദിൽ, പ്രത്യേകിച്ച് രാത്രി വരുന്ന തലവേദന, ഛർദിൽ വരുന്നതോടുകൂടി തലവേദന കുറയുന്നു. അതായത് തലച്ചോറിലെ പ്രഷർ കൂടുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇത് അടുത്തത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് മൈഗ്രെയിൻ ഉള്ളവർക്കും ഇങ്ങനെയാണല്ലോ. ഞാനത് പറയാൻ വരികയായിരുന്നു. കാരണം വെച്ചാൽ മൈഗ്രെയിൻ ഉള്ളവരെല്ലാം നമുക്ക് ബ്രെയിൻ ട്യൂമർ ആണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇത് വേറൊരു ടൈപ്പ് തലവേദന. ഇതുവരെ ഉണ്ട്. മൈഗ്രെയിൻ ഉള്ളവർക്കൊരു പാറ്റേൺ ഉണ്ട്. അതായത് തലവേദന വരുന്നതും പോകുന്നതിനും എല്ലാം ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്. ചില വാസനകൾ, ചില സ്ട്രെസ്, ചില ഫുഡ്, ഇതുകൊണ്ടാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നത്. ഇതൊന്നുമില്ലാതെ ഉണ്ടാകുന്ന തലവേദന, ജീവിതത്തിൽ ഒരിക്കലും തലവേദന വരാത്ത ഒരാൾക്കൊരു തലവേദന വരുന്നു, ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നു, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോകുന്നു, അപസ്മാരം ഉണ്ടാകുന്നു, ഓർമ്മക്കുറവ് വരുന്നു, പേഴ്സണാലിറ്റിയിൽ വരുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയും നമുക്ക് ഒരു ബ്രെയിൻ ട്യൂമറിലേക്ക് നമ്മളെ നയിക്കുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഒരു 55 വയസ്സായ ഒരു 65 വയസ്സായ ഒരു ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആളാണ്. ആദ്യം അദ്ദേഹത്തിന് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ കണക്കിലെ പിഴവ്. അത് ഉടനെ ഭാര്യ ശ്രദ്ധിക്കുകയുണ്ടായി. അവരെന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന് കരുതി ഉടനെ തന്നെ ഒരു ബാങ്കർ എന്ന നിലയ്ക്ക് അദ്ദേഹം കണക്കിലൊരു പുലിയായിരുന്ന ഒരാളായിരുന്നു. അവർ ഉടനെ തന്നെ അത് തിരിച്ചറിയുകയും ഒരു ന്യൂറോളജിസ്റ്റ് അടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ന്യൂറോളജിസ്റ്റ് ഒരു MRI എടുത്തപ്പോഴേക്കും അതിലൊരു മുഴയുള്ളതായിട്ട് തെളിഞ്ഞു. അപ്പോൾ ഈ തലവേദന, ഛർദിൽ, പിന്നെ അപസ്മാരം, ഓർമ്മക്കുറവ്, വ്യക്തിത്വത്തിൽ വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ കൈക്കോ കാലിനോ വരുന്ന ബലഹീനത, ഇതൊക്കെയാണ് ഒരു ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ. ട്യൂമർ കൂടാതെ ഉള്ളത് അപസ്മാരത്തിൻ്റെ ആണെങ്കിൽ അപസ്മാരം മാത്രമായിട്ട് വരും. അപസ്മാരം, അതായത് അത് പലർക്കും കുഞ്ഞുനാൾ തൊട്ടേ കാണും. അതിനിപ്പോ സർജറിയിലൂടെ പരിഹാരം കുറച്ചൊക്കെ മാറ്റാം. എല്ലാം ഇല്ലെങ്കിലും കുറച്ചൊക്കെ സർജറിയിലൂടെ മാറ്റാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സൈക്കോ സർജറിയെ കുറിച്ച് പറഞ്ഞു. കാരണം ഇപ്പോൾ ചില കേസുകൾ കേട്ടിട്ടുണ്ട്, ചില കുറ്റകൃത്യങ്ങൾ, ക്രൂരമായ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഭയങ്കര വൈകൃതങ്ങൾ ഉള്ളവർ, ഇതൊക്കെ അവരുടെ കുറ്റമല്ല, ബ്രെയിനിലെ ചില ഡിഫക്ട്സ് ആണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിലെത്രമാത്രം? സൈക്കോ സർജറി ആദ്യമായിട്ട് തുടങ്ങിയത് 1940കളിലും 50കളിലുമായിരുന്നു. ഇഗാസ് മോണിസ് എന്ന് പറഞ്ഞ ഒരു പോർച്ചുഗീസ് ന്യൂറോ സർജനാണ് ഇത് തുടങ്ങിയത്. സ്കീസോഫ്രീനിയയ്ക്കാണ് ആദ്യമായിട്ട് ഈ ശസ്ത്രക്രിയകൾ തുടങ്ങുന്നത്. അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ 2 ഫ്രോണ്ടൽ ലോബ്, മുൻഭാഗം ഏകദേശം കുറച്ച് ഭാഗം എടുത്തു മാറ്റും. അത് കഴിയുമ്പോൾ ഈ വ്യക്തി, അതായത് ഈ രോഗി, ഒരു പ്ലാസിഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ഒന്നിനോടും പ്രതികരിക്കാത്ത, മിണ്ടാത്ത ഒരു വ്യക്തിയായിട്ട് മാറും. ഇതിലൊരു താളവട്ടം എന്ന സിനിമ 80കളിൽ വരികയുണ്ടായി. അതിൽ ഒരു രോഗികൾക്ക് ഈ ശസ്ത്രക്രിയ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ശസ്ത്രക്രിയയാണ് ഈ ശസ്ത്രക്രിയ. ഞാൻ നേരത്തെ പറഞ്ഞ പെൻഫീൽഡ്, അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് ഒരു ബ്രെയിൻ ട്യൂമർ വന്നപ്പോൾ അദ്ദേഹം അവരെ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ഈ നിലയ്ക്ക് ആയി. പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്തെന്ന് വെച്ചാൽ, ഈവൻ കെന്നഡി, ഈ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡിയുടെ സഹോദരിക്ക് പോലും ഈ അസുഖത്തിന്, സ്കീസോഫ്രീനിയയ്ക്ക് വേണ്ടി ഈ ശസ്ത്രക്രിയ ചെയ്തുവെങ്കിലും ഇതെല്ലാം പിന്നീട് നോക്കിയപ്പോൾ ഇതെല്ലാം ഹ്യൂമൻ റൈറ്റ്സ് വിരുദ്ധമായിട്ടുള്ള കാര്യം. പേഷ്യൻ്റ് റൈറ്റ്സ്, അതായത് പേഷ്യൻറ്റിനെ അങ്ങനെ ആക്കി വെറും ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് എന്ന് തെളിഞ്ഞു. അതുകൊണ്ട് തന്നെ അതൊക്കെ പിന്നീട് ന്യൂറോ സർജറിയിൽ നിന്ന് മാറി. ഇന്ന് പല ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡേഴ്സ്, അതായത് ചിലർക്ക് എത്ര പ്രാവശ്യം കൈ കഴിയാലും കയ്യിൽ അണുബാധയുണ്ടെന്ന് തോന്നൽ. എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം വീട് ഒരു 10 പ്രാവശ്യം പൂട്ടും. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റിമുലേഷൻ, ബ്രെയിനകത്തൊരു സ്റ്റിമുലേറ്റർ വെച്ചിട്ട് ഇത് ചെയ്താൽ, അതായത് ഒരു സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ ബ്രെയിനിനെ സപ്രസ് ചെയ്യണം. ഒരു പാർട്ട് ഓഫ് ദ ബ്രെയിൻ, സിംഗുലേറ്റ് ഗൈറസ് എന്ന് പറയുന്ന ഭാഗത്ത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കുറയുകയും ഈ പ്രവർത്തികൾ, അതായത് വീണ്ടും വീണ്ടും കൈ കഴുകുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വീട് ലോക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക, ഇതെല്ലാം കുറച്ച് ഒട്ടേറെ രോഗികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇല്ല. പിന്നെ അതുപോലെ തന്നെ വയലൻ്റ് ആയിട്ടുള്ളവർക്ക്, സെക്ഷൽ ഡീവിയൻ ബിഹേവിയർ, ഇതിനൊക്കെ ശസ്ത്രക്രിയ ഉണ്ട്. പക്ഷെ ഇതൊക്കെ
ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രക്രിയ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് ആരും ചെയ്യുന്നില്ല. മറ്റ് കാര്യങ്ങൾക്ക്, മാനസിക രോഗങ്ങൾക്കായിട്ട് പ്രത്യേകിച്ച് സ്കീസോഫ്രീനിയയ്ക്കും ഈ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡേഴ്സിനൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിപ്രഷൻ എന്നിവയ്ക്ക് വേണ്ടി ഈ ശസ്ത്രക്രിയകൾ പ്രയോജനമുള്ളതായി കാണപ്പെടുന്നു. ബൈപ്പോളാർ അതിനൊക്കെ ഉണ്ട്. ബൈപ്പോളാറിന് ഇതുവരെയും മുഴുവനായിട്ട് തെളിഞ്ഞിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് പക്ഷെ അവിടെ മറ്റൊരു ഭയവും ഉണ്ട്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ എന്തെങ്കിലും സ്പെഷ്യൽ ടാലൻസ് അല്ലെങ്കിൽ എബിലിറ്റീസ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു അങ്ങനൊരു മറുവാദവും കൂടെ ഉണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടും. അത് പാർട്ടാണ്. പക്ഷെ എല്ലാ ശസ്ത്രക്രിയയിലും അതില്ല. അത് ഫോർ എക്സാമ്പിൾ ഈ OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിന് വേണ്ടി ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ വഴി രോഗിക്ക് അങ്ങനെ വലിയൊരു ഫങ്ഷണൽ ഡെഫിഷ്യൻസി വരാറില്ല. എന്തെങ്കിലും തകരാറ് കാരണം തന്നെ ഈ സെക്സ്വൽ ബിഹേവിയറിലൊക്കെ ഭയങ്കര ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ആൾക്കാരെ എല്ലാം 65 വയസ്സായ എൻ്റെ ഒരു രോഗി, അദ്ദേഹത്തിന് ഫ്രോണ്ടൽ ലോബ്, അതായത് നമ്മുടെ ഫ്രണ്ടിലുള്ള ഭാഗം, ഈ ഫ്രോണ്ടൽ ലോബാണ് നമ്മളെ ഒരു മനുഷ്യനാക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ യൂറിനറി ബ്ലാഡറിൽ യൂറിൻ നിറയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എവിടെയാണെങ്കിലും പോകും. അതായത് ഒരു 100 ml ആകുമ്പോഴേക്കും നമുക്കൊരു സെൻസേഷൻ ഓഫ് ബ്ലാഡർ ഡിസ്കംഫർട്ട് വരും. 200 ml ആകുമ്പോൾ അത് പോകാനായിട്ട് തോന്നും. 400 ml ആകുമ്പോൾ അതൊരു വലിയൊരു ഡിസ്കംഫർട്ട് ആകും. പക്ഷെ എന്നാൽ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, നമ്മുടെ ആ പോകാനുള്ള സ്പൈനൽ കോഡിൻ്റെ ആ സ്പൈനൽ റിഫ്ലെക്സ് എന്ന് പറയും, ബ്ലാഡർ നിറഞ്ഞാൽ ഉടനെ ബ്ലാഡറിനെ എംപ്റ്റി ചെയ്യുക. ഇത് എവിടെയാണെങ്കിലും നോക്കണ്ട. ഒരു കുട്ടിയായിരിക്കുമ്പോൾ നമ്മളതങ്ങനെ ചെയ്യും. പക്ഷെ ഒരു മുതിർന്ന ആളാകുമ്പോഴേക്കും അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ ഈ ഫ്രോണ്ടൽ ലോബിൻ്റെ ഫങ്ഷൻ നഷ്ടപ്പെടുന്ന ഒരു ട്യൂമർ വരെയാണെങ്കിൽ ഈ വ്യക്തി എവിടെ പോയാലും യൂറിൻ പാസ് ചെയ്യും. പബ്ലിക് സ്ഥലമാണെന്ന് നോക്കത്തില്ല, ഡ്രസ്സ് മാറ്റുന്നു, യൂറിൻ പാസ് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു ഒരു 65 വയസ്സായ ഒരു ഉദ്യോഗസ്ഥൻ, റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഒരു ഫ്രോണ്ടൽ ലോബിൽ വലിയൊരു ട്യൂമർ ഉണ്ടായിരുന്നു. ട്യൂമർ സമയത്ത് അദ്ദേഹം മറവിയോടെയും പേഴ്സണാലിറ്റി ഇല്ലാതെയാണ് വന്നത്. ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോൾ അതൊക്കെ ക്രമേണ അങ്ങ് മാറി. പക്ഷെ അത് കഴിഞ്ഞ് ഒരു സെക്ഷുവലി ഡീവിയൻ ബിഹേവിയർ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹം ആരെ കണ്ടാലും അതിലേക്കുള്ള ഒരു നീക്കം നടത്തുകയുണ്ടായി. അത് കാരണം ആ കുടുംബത്തിന് ഏറ്റ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ഹൗസിംഗ് സൊസൈറ്റിയിൽ താമസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ ഉണ്ടായി. റോഡ് അപകടങ്ങളിലൊക്കെ പരിക്കേൽക്കുന്നവർക്ക് പലപ്പോഴും ആ അന്നേരം കാലിനോ കൈക്കോ ഒക്കെ ഉണ്ടാകുന്ന പരിക്ക് പെട്ടെന്ന് പരിഹരിക്കും. പക്ഷേ ഈ എന്തെങ്കിലും നെർവ്സിന് ഡാമേജ് ആയിട്ടുണ്ടോ, അത് കാഴ്ചയ്ക്കോ കേൾവിക്കോ ഒക്കെ ബാധിച്ചോ എന്ന് പലപ്പോഴും അന്നേരം തിരിച്ചറിയപ്പെടില്ല. പിന്നീട് അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴായിരിക്കും അന്ന് ആ നെർവിന് തകരാറ് പറ്റിയെന്നറിയുന്നത്. അപ്പോൾ അത് അപ്പോഴത്തേക്കും വൈകിയിരിക്കും ചികിത്സയ്ക്ക്. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇപ്പോൾ ഒരു പ്രോട്ടോകോൾ എന്തെങ്കിലും ഉണ്ടോ? ന്യൂറോ സർജറിയിൽ മിക്കവാറും എല്ലാത്തിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഒരു ഹെഡ് ഇഞ്ചുറി ആണെങ്കിലും ഒരു സ്പൈനൽ ഇഞ്ചുറി ആണെങ്കിലും എല്ലാത്തിനും. പക്ഷെ പലപ്പോഴും രോഗി അവിടെ വരുന്ന സമയത്ത്, ഇപ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗിക്ക് കാഴ്ച നഷ്ടപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കൃഷ്ണമണിയുടെ ചലനം നോക്കുക എന്നല്ലാതെ കാഴ്ച നഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ആ രോഗി പ്രതികരിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അത് പലപ്പോഴും അതുകൊണ്ട് തന്നെ ഈ ചില ഫങ്ഷൻസ് നഷ്ടപ്പെട്ടോ ഇല്ലയോ, ഓർമ്മക്കുറവ്, ഹെഡ് ഇഞ്ചുറി കഴിഞ്ഞതിന് ശേഷം ഓർമ്മക്കുറവ് വരും. ഇത് നമുക്ക് രോഗി വെന്റിലേറ്ററിൽ നിന്നൊക്കെ പുറത്തു വന്ന് സംസാരിച്ചു തുടങ്ങി, പ്രതികരിച്ചു തുടങ്ങി, വ്യക്തികളും സ്വന്തം ജോലിയിലേക്കൊക്കെ പോകുമ്പോഴേ ഈ ഓർമ്മക്കുറവുണ്ടോ അല്ലെങ്കിൽ കാഴ്ച മങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്താം. കാരണം നമ്മുടെ ഇവിടെ ഈ ഒരു അപകടം നടന്നാൽ, പ്രത്യേകിച്ച് നട്ടെല്ലിനൊക്കെ അപകടം നടന്നാൽ, ആ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ ഇതിലൊന്നും ട്രെയിൻഡ് ആയിരിക്കത്തില്ല. പലപ്പോഴും വലിച്ചെടുത്താണ് ഒരു അപകടം നടന്ന വാഹനത്തിൽ നിന്നും ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇത് ചിലപ്പോൾ അപകടത്തിൻ്റെ അല്ലെങ്കിൽ ഞരമ്പിനേൽക്കുന്ന ക്ഷതങ്ങളുടെ ആഘാതം കൂട്ടാൻ സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരാളെ വണ്ടിയിൽ നിന്നും കൈയും കാലും പിടിച്ച് തൂക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റുന്ന ഒരു സംഗതി പണ്ട് ഞാൻ MBBS പഠിക്കുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാർഷ്യൽ അതുവരെയും കൈയും കാലും ചലിപ്പിച്ചുകൊണ്ടിരുന്ന ആൾ അത് കഴിഞ്ഞ ഉടനെ അത് കാലിൻ്റെ ചലനം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അതായത് ഒരു പാർഷ്യൽ കംപ്രഷൻ ഓഫ് ദ സ്പൈനൽ കോഡ് ഡ്യൂ ടു ഫ്രാക്ചർ ആയിരുന്നു. നട്ടെല്ലൊരു ഫ്രാക്ചർ മൂലം സ്പൈനൽ കോഡിൽ കംപ്രഷൻ ഉണ്ടായിരുന്നു. ഇത് അശാസ്ത്രീയമായ ട്രാൻസ്ഫർ മൂലം കംപ്ലീറ്റായി. ആ പൊട്ടൽ കാരണം അത് നേരെ ചെന്ന് സുഷ്മിത നാഡിക്ക് ക്ഷതമേൽപ്പിക്കുകയും
പൂർണ്ണമായിട്ടും അത് സുഷുമ്ന നാഡിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ വിദേശത്തൊക്കെ ഒരു രോഗിയെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എപ്പോഴും ഒരു ട്രെയിൻഡ് ടീമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ അത്ര ഒരു വലിയൊരു ഫെസിലിറ്റി ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ സ്കൂളുകളിലും മറ്റ് എല്ലാവരെയും റീസസിറ്റേഷൻ കുറച്ചെങ്കിലും എങ്ങനെയാണ് ഒരു അപകടം നടന്നാൽ പ്രതികരിക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നത് വഴി നമുക്കിതൊക്കെ കുറയ്ക്കുവാൻ സാധിക്കും. ഇന്ന് ന്യൂറോ സർജറി കൈവരിച്ച പുരോഗതി, നമുക്ക് സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ്? ചരിത്രത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നു, ന്യൂറോളജിയുടെ ചരിത്രം വേണമെങ്കിൽ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് നമ്മളെ ഒരു മസ്തിഷ്കമുണ്ട് എന്നുള്ളത് ആൾക്കാർക്ക് അറിയാമായിരുന്നു. മസ്തിഷ്കത്തിന് അസുഖം വരും എന്നും അറിയാമായിരുന്നു. പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ തലച്ചോറിൽ ഒരു ഹോൾ ഇട്ട് ഈവിൾ സ്പിരിറ്റ്സിനെ പുറത്തു കൊടുക്കണം, ട്രെഫിനേഷൻ, ഇതൊക്കെയായിരുന്നു പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് പുരാതന കാലത്ത്. പിന്നെ അതിനുശേഷം നമുക്ക് മസ്തിഷ്കത്തിനുള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ സ്കൾ വോൾട്ട്, ഒരു കട്ടിയായ എല്ലിനകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ മസ്തിഷ്കം. അതുകൊണ്ട് എന്ത് നടക്കുന്നതെന്ന് നമുക്ക് ആദ്യമായിട്ട് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലായത് ഒന്ന് എക്സ്റേ എടുക്കുമ്പോഴാണ്. അതായത് ഉണ്ട് എക്സ്റേ, പക്ഷേ മസ്തിഷ്കത്തെ കാണിക്കത്തില്ല, തലയോട്ടിയെ മാത്രമേ കാണിക്കൂ. അതിനോടൊപ്പം തന്നെ നമ്മൾ നട്ടെല്ല് കുത്തി തലച്ചോറിൻ്റെ ഫ്ലൂയിഡ് എടുത്ത് പരിശോധനയ്ക്ക് അയക്കും. അപ്പോൾ അണുബാധയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഘടനയിലോ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. 1970-കളിലാണ് ഹൗൺസ്ഫീൽഡ് എന്ന് പറഞ്ഞ ഒരാൾ CT സ്കാൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത്. CT സ്കാൻ വന്നപ്പോഴേക്കും തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഇരിക്കുന്ന ബ്രെയിനിൻ്റെ ഒരു ഫോട്ടോ, ഒരു ഇമേജ് കിട്ടി. ഒരു ട്യൂമർ ഉണ്ടോ, ഒരു ക്ലോട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഭാഗം നശിച്ചു പോയിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുപിടിക്കുവാൻ അത് ഹിതകരമായി. അതിനു മുമ്പേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ആൻജിയോഗ്രാം, നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഇഗാസ് മോണിസ് എന്ന് പറഞ്ഞ സൈക്കോ സർജറിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇഗാസ് മോണിസ്, അദ്ദേഹം ഈ കഴുത്തിലെ രക്തക്കുഴലിൽ ഒരു ഡൈ കയറ്റി എക്സ്റേ എടുക്കും. എക്സ്റേ എടുക്കുമ്പോൾ തലച്ചോറിലെ രക്തക്കുഴലുകൾ കാണാൻ പറ്റും. ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ എന്തെങ്കിലും വ്യതിയാനമുണ്ടെങ്കിൽ അവിടെ ഒരു ട്യൂമർ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലോട്ട് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യമായിട്ട് തലച്ചോറിനുള്ളിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ ഒരു ഫോട്ടോ, ഒരു ഇമേജായിട്ട് കണ്ടുപിടിച്ചത് ഇഗാസ് മോണിസിന് തന്നെയാണ്. പക്ഷേ എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ഈ കണ്ടുപിടുത്തത്തിന് കൊടുത്തില്ല. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കൊടുത്തത് ഈ സൈക്കോ സർജറിക്കാണ്. എന്നാൽ ക്രിറ്റിസിസം മൂലം ഈ സൈക്കോ സർജറിക്ക് ഈ നോബൽ സമ്മാനം കൊടുത്തതിന് ഒരുപാട് വിമർശകരുണ്ടായി. പിന്നീടുണ്ടായ ഏറ്റവും വലിയ മാറ്റങ്ങൾ 80-കളിലാണ്. അതായത് CT സ്കാൻ കഴിഞ്ഞാൽ ആദ്യം നട്ടിൽ കുത്തി വെള്ളം എടുത്ത് പരിശോധിക്കുക, എക്സ്റേ, പിന്നീട് ആൻജിയോഗ്രാം, തലച്ചോറിലെ രക്തക്കുഴലുകളുടേത്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് CT സ്കാൻ, അത് കഴിഞ്ഞാലുള്ളത് MRI. ഒരു ന്യൂറോ സർജനെ സംബന്ധിച്ചോളം ഒരു സൂപ്പർ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. കാരണം മസ്തിഷ്കത്തിൻ്റെ ഓരോ ഫോൾഡും അത് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. MRIയിൽ തന്നെ ഒരുപാടധികം ഒട്ടനവധി പുതിയ കാര്യങ്ങളുണ്ട്. ഒന്ന് ഫങ്ഷണൽ MRI, അതായത് MRI എടുത്തുകൊണ്ടിരിക്കുമ്പം കൈ ചലിപ്പിക്കും. അപ്പം കൈയുടെ നിയന്ത്രിക്കുന്ന ഭാഗത്ത് കൂടുതൽ രക്തം ഓടും. ബ്രെയിൻ ഓക്സിജൻ ലെവൽ ഡിപ്പെൻഡൻറ്റ്, ബോൾഡ് എന്ന് പറഞ്ഞൊരു സീക്വൻസിലൂടെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പം കൈ ചലിപ്പിക്കുന്ന ഏരിയ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കാം. നമ്മളൊരു ട്യൂമർ എടുക്കുന്ന സമയത്ത് ന്യൂറോ സർജറിന് അറിയുന്നില്ല ഇത് കൈ ചലിപ്പിക്കുന്ന ഭാഗമാണോ ട്യൂമറാണോ എന്നുള്ളത്. അപ്പോൾ ഈ MRI, ഫങ്ഷണൽ MRI വഴി നമുക്കറിയാം കൈ ചലിപ്പിക്കുന്ന ഭാഗം ട്യൂമറിൻ്റെ 1 സെൻറ്റിമീറ്റർ അപ്പുറത്തുണ്ട്. അപ്പോൾ ഫങ്ഷണൽ MRI വന്നതോടുകൂടി ഒരു ന്യൂറോ സർജന് വളരെയധികം ഒരു എന്താ പറയുന്നത്, ആത്മവിശ്വാസത്തോടുകൂടി ട്യൂമർ എടുക്കാമെന്നായി. അതേപോലെ തന്നെ ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിംഗ് എന്ന് പറയും. അതായത് നമ്മുടെ ബ്രെയിനിൽ ഇപ്പോൾ കൈ ചലിപ്പിക്കാൻ പറയുകയാണെങ്കിൽ ഒരു ഞരമ്പിൽ നിന്ന് ഒരു ന്യൂറോൺ, ഒരു കൂട്ടം ന്യൂറോൺസ് പ്രവർത്തിച്ചു തുടങ്ങും. ആ ന്യൂറോണിൻ്റെ സിഗ്നൽ തലച്ചോറിലൂടെ താഴെ ഇറങ്ങി വന്ന് സുഷുമ്ന നാഡിയിൽ കൂടെ വന്ന് പേശികളിലേക്ക് പോകുന്ന ഞരമ്പുകളിലൂടെ പേശികളിലെത്തുകയും ഞാൻ പറയുന്ന എൻ്റെ കൈ ചലിപ്പിക്കൂ, ഈ ഒരു മെസ്സേജ് കയ്യിലെ മസിൽസിന് കിട്ടുന്നു. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ എത്തും. ഈ ട്രാക്ട്, ഇതിന് ട്രാക്ട് എന്നാണ് പറയുന്നത്, വൈറ്റ് മാറ്റർ ട്രാക്ട് എന്ന് പറയും. ഇതിനടുത്ത് ട്യൂമർ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മം കൈകാര്യം ചെയ്തില്ലെങ്കിൽ മിക്കവാറും ആ ഫങ്ഷൻ നഷ്ടപ്പെടും. അതുപോലെ അടുത്ത ഒരെണ്ണം ഈ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുമ്പോൾ GPS ഉപയോഗിക്കും. അതായത് നമ്മൾ എവിടെയാണെന്നും നമ്മൾ എങ്ങനെയാണ് എത്തേണ്ടതെന്നുള്ള വഴികാട്ടി. ഇപ്പോൾ ബ്രെയിനിൻ്റെ GPS എന്ന് പറയുന്നത് ഇമേജ് ഗൈഡൻസ് എന്ന് പറയും, ന്യൂറോ നാവിഗേഷൻ. അതായത് നമ്മൾ ആദ്യം ഒരു MRI എടുക്കുന്നു. MRI എടുത്തിട്ട് ഒരു എന്താ പറയുന്നത്, അത് തലച്ചോറിലെ ചില സ്പെസിഫിക് ലാൻഡ് മാർക്സുമായിട്ട് യോജിപ്പിച്ച് കമ്പ്യൂട്ടർ ഒരു പ്രോസസ്സ് ചെയ്ത് ഒരു MRI നമുക്ക് തരുന്നു.
ഈ MRIയും വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന വേളയിൽ നമ്മുടെ കയ്യിലൊരു പ്രോബ് കാണും. ആ പ്രോബ് ഇങ്ങനെ അനക്കുമ്പോൾ നമ്മൾ ബ്രെയിനിൽ എവിടെയാണെന്നുള്ളത് MRIയുടെ ഇമേജിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിനെയാണ് ഇമേജ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നതോടുകൂടി നമ്മുടെ ആത്മവിശ്വാസം കുറച്ചുകൂടി വർദ്ധിച്ചു. കാരണം വേണ്ടാത്ത സ്ഥലത്തേക്ക്, അതായത് പലപ്പോഴും ന്യൂറോ സർജൻ അറിഞ്ഞൂടാത്ത കാര്യം, എവിടെയാണ് ട്യൂമർ അവസാനിക്കുന്നത്, എവിടെയാണ് നോർമൽ ബ്രെയിൻ ആരംഭിക്കുന്നത്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഈ ഇമേജ് ഗൈഡൻസ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. വേറൊരു കാര്യത്തിലെന്ന് വെച്ചാൽ, നമ്മൾ ഈ തലച്ചോറ് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ തലയോട്ടി തുറക്കണം. തലയോട്ടി തുറക്കണം എന്നുള്ളത് വലിയൊരു സങ്കീർണമായിട്ടൊരു പ്രക്രിയ തന്നെയാണ്. ഏകദേശം 1 മണിക്കൂറോളം അതിന് തന്നെ പലപ്പോഴും നമ്മൾ ചിലവാക്കേണ്ടി വരും. അപ്പോൾ തലയോട്ടി തുറക്കുന്നത് എവിടെയാണ്? കൃത്യമായിട്ട് ആ ട്യൂമർ ഉള്ള സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു അസുഖം ഉള്ള സ്ഥലത്ത്. ഇത് ഈ നാവിഗേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുകയും അവിടെ മാത്രം ചെറിയൊരു ഓപ്പണിംഗ് നടത്തി കീ ഹോളിലേക്ക് നമുക്ക്, അതായത് പണ്ടൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ വലിയ ഒരു ഭാഗം തലയോട്ട് എടുത്ത് മാറ്റിയിട്ടാണ് തലച്ചോറിനുള്ളിൽ പ്രവേശിക്കുന്നത്. കാരണം ട്യൂമർ എവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല, പുറകിലാണോ മുന്നിലാണോ. നമ്മളെല്ലായിടത്തും ഒരു എന്താണ് പരതും. ആ പരതുന്നതിനിടയ്ക്ക് നമ്മൾ ചുറ്റുമുള്ള നോർമൽ ബ്രെയിനിന് ഒരു ഡാമേജ് നമ്മൾ അറിയാതെ ഉണ്ടാക്കും. ഈ ഡാമേജ് ഈ ഇമേജ് ഗൈഡൻസ് വഴി കുറയ്ക്കുവാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞുള്ളത് ഇപ്പോൾ മോട്ടോർ ഇവോക്ക് പൊട്ടൻഷ്യൽ, അതായത് നമ്മുടെ കൈ ചലിപ്പിക്കുന്ന ഭാഗം ബ്രെയിനിലുണ്ട്, അതിനൊരു കറണ്ട് കൊടുക്കുക. ഇപ്പോൾ ട്യൂമർ കണ്ടു, ട്യൂമറിനടുത്ത് എവിടെയാണ് ഈ കൈ ചലിപ്പിക്കുന്ന ഭാഗം ഇരിക്കുന്നത്, അതിനെ മാപ്പ് ചെയ്യുക, കറണ്ട് അടുപ്പിച്ച് കൈ അനക്കിയിട്ട് മനസ്സിലായി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് കൈ ചലിപ്പിക്കുന്ന ഭാഗം ഇരിക്കുന്നത്, അപ്പോൾ അവിടത്തേക്ക് പോകരുത്. അല്ലെങ്കിൽ ട്യൂമർ അതിന് മുമ്പ് വേറൊരു വഴി കൂടെ, ദിശയിൽ കൂടെ പോയി ട്യൂമർ എടുക്കണം. ഏറ്റവും നല്ലൊരു കാര്യം, ഞാൻ പഠിക്കുന്ന കാലത്ത് 4-5 വർഷം കഴിഞ്ഞ് 2005-10 സമയങ്ങളിലൊന്നും എവേക്ക് ട്രെയിനുണ്ട്. അതായത് ഒരു രോഗിയെ മയക്കും, വേദന അറിയിപ്പിക്കാതെ പക്ഷെ ഉണർത്തി വെച്ചുകൊണ്ട് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും കണ്ടാണ് ഗിറ്റാർ വായിക്കുന്നതും മനസ്സിലായ, പാട്ട് പാടുന്നതും ചെസ്സ് കളിക്കുന്നതും കമ്പ്യൂട്ടറിൽ കാണുന്നതും എല്ലാം ചെയ്തുകൊണ്ട് ഒരു ശസ്ത്രക്രിയ. അതായത് വേദനയില്ല പക്ഷെ മയക്കിയിട്ടില്ല, കൈകാൽ ചലിപ്പിക്കുവാനുള്ള കഴിവ് നിലനിൽക്കുന്നു. മറ്റേത് സാധാരണ അനസ്തീഷ്യ, ജനറൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഉറക്കി കിടത്തിയാണ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ശസ്ത്രക്രിയയും, തലച്ചോറിലെ ശസ്ത്രക്രിയയും ജനറൽ അനസ്തീഷ്യയിലാണ് ചെയ്യുന്നത്. പക്ഷേ ഈ എവേക്ക് സർജറിക്ക് മാത്രം ചില സ്പെഷ്യൽ അനസ്തീഷ്യ കൊടുത്ത് രോഗിയെ ഉണർത്തുന്നു. അതായത് തലയോട്ടി തുറന്നതിന് ശേഷം രോഗി ഉണരുന്നു. രോഗി ഉണർന്നാൽ രോഗി നമ്മുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നു. നമുക്ക് കൈയും കാലും ചലിപ്പിക്കാൻ പറയുമ്പോൾ അത് ചെയ്യുന്നു. മനസ്സിലായി. ഞാനൊരു 5 വർഷത്തിന് മുമ്പ് ചെയ്ത ഒരു കുട്ടി, ഇത് ഞങ്ങളുടെ ചെറിയ ചെയ്യുന്നുണ്ട് ഇത്. ആ പേഷ്യൻ്റ് രോഗി നല്ലൊരു നന്ദനം എന്നുള്ള സിനിമയിലെ പാട്ട് പാടിക്കൊണ്ടാണ് ആ ശസ്ത്രക്രിയയിൽ കൂടെ കടന്നുപോയത്. ഇതിൽ എന്താണ് മെച്ചം എന്ന് വെച്ചാൽ, ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഈ ഭാഗത്തിന് ഒരു ഡാമേജ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത്. അത് ഒരു ശസ്ത്രക്രിയ ചെയ്യുന്നയാളുടെ ആത്മവിശ്വാസത്തിന് ഒരുപാട് വർദ്ധിപ്പിക്കുന്നു. മാത്രമല്ല, രോഗിക്ക് ഒരു ശസ്ത്രക്രിയ മൂലം കൈക്കോ കാലിനോ ചലനശേഷി നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ സംസാരശേഷി നഷ്ടപ്പെടുന്നതിൽ നിന്നും ഒരു ഇൻഷുറൻസ്, ഒരു പ്രതിരോധം തീർക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ന്യൂറോ സർജറിയിൽ. ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരേ സമയത്ത്. റോബോട്ടിക് സർജറി വരുന്നുണ്ട്, ചെറിയ ഹോൾസിൽ കൂടെ ശസ്ത്രക്രിയ ചെയ്യുന്നതുണ്ട്, എൻഡോസ്കോപ്പി, അതായത് കീ ഹോൾ സർജറി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചാൾസ് ഡിക്കൻസ് പറഞ്ഞ പോലെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, അതായത് ടെയിൽ ഓഫ് 2 cities തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ചാൾസ് ഡിക്കൻസിൻ്റെ വരികൾ ഇങ്ങനെയാണ്: ഇറ്റ് വാസ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്, ഇറ്റ് വാസ് ദ വേസ്റ്റ് ഓഫ് ടൈംസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഒരുപാട് സാങ്കേതിക വിദ്യ ന്യൂറോ സർജറിയിൽ വന്നിട്ടുണ്ട്. അത് രോഗിക്കും ഒരു സർജനും നല്ലൊരു സേഫ് ഔട്ട്കം, നല്ലൊരു റിസൾട്ട് കിട്ടുവാൻ അത് സഹായിക്കും. തത്സമയം തന്നെ ഈ വിഷ്വൽസ് കണ്ടുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നാവിഗേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു ന്യൂറോ സർജറി നടത്തുന്ന ഒരു ടീം ആരൊക്കെ കാണും അതിൽ? ശ്രീചിത്രയിൽ ഏകദേശം ഒരു 5-6 പേരുണ്ടാവും. ഒരു ന്യൂറോ അനസ്തീഷ്യ ടീം, അതിൽ 2-3 പേര് കാണും. അതായത് അനസ്തീഷ്യ കൊടുത്ത് തുടർച്ചയായിട്ട് രോഗിയുടെ എല്ലാ കാര്യങ്ങളും, പൾസ്, BP, ടെമ്പറേച്ചർ, എത്ര ശ്വാസത്തിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മനസ്സിലായി, ഹൃദയം ഇടിപ്പ്, അത് ഇപ്പോൾ അവരെന്ന് വെച്ചാൽ റിയൽ ടൈം എക്കോ ചെയ്യും. അതായത് വായിൽ കൂടെ ഒരു ട്യൂബ് ഇട്ട് ഈസോഫാഗസിൽ കൂടെ കടത്തി ഹൃദയത്തിനടുത്ത് കൊണ്ടുവയ്ക്കും ആ പ്രോബ്. അത് ഹൃദയത്തിൻ്റെ എല്ലാ ഭിത്തികളെയും ഇമേജിങ് വഴി കാണിച്ച് ശസ്ത്രക്രിയക്കിടയ്ക്ക് ഹൃദയത്തിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരികയാണെങ്കിൽ ഉടനെ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. അനസ്തീഷ്യ തന്നെ ഒരുപാട് മാറി, മനസ്സിലായി. അത് കഴിഞ്ഞ് പിന്നെ ന്യൂറോ സർജൻ്റെ ടീം,
ന്യൂറോ സർജൻ ടീമിൽ ഒരു ചീഫ് സർജൻ കാണും, ഒരു അസിസ്റ്റൻ്റ് കാണും, ചിലപ്പോൾ 2 അസിസ്റ്റൻ്റ് കാണും. പിന്നെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നഴ്സിംഗ് ടീം. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. കാരണം ഓരോ ഉപകരണവും ശരിയായ ഉപകരണം എടുത്തു തരണം. അത് നമുക്ക് അവർക്ക് നേരിട്ട് ശസ്ത്രക്രിയ മൈക്രോസ്കോപ്പിനുള്ളിലോ അല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല, സ്ക്രീനിൽ കണ്ടുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. കാരണം അവരുടെ എക്സ്പീരിയൻസ് അത്ര വളരെ നല്ലതാണ്. കാരണം വെച്ചാൽ ഒരു സർജന് എന്ത് വേണം എന്നുള്ളത് അവർ നേരത്തെ തന്നെ അവരിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തിരിച്ചറിയുകയും അവരെ തിരിച്ചറിയുകയും അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു, പ്രതികരിക്കുകയും ചെയ്യും. ഇതൊക്കെ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് MRIയും CT സ്കാനും ഇല്ലാതെ ഒരു ശസ്ത്രക്രിയ തലച്ചോറിൽ ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റില്ല. എന്തൊക്കെ ഈ സിംറ്റംസ് വെച്ച് നമ്മളൊരു ഡയഗ്നോസിസ് ഉണ്ടായാലും റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന സേവനങ്ങൾ ഒരിക്കലും നമുക്ക് മറക്കുവാൻ പറ്റില്ല. കാരണം അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും ട്യൂമർ എവിടെയാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അപസ്മാരത്തിൻ്റെ ഉത്ഭവം, മനസ്സിലായാം. ഇത് കണ്ടു കഴിഞ്ഞാൽ എവിടെയാണ് കൈയുടെയും കാലിൻ്റെയും ചലനത്തിൻ്റെ ഏരിയ. ഈ ഫങ്ഷണൽ MRI ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സംസാരത്തിൻ്റെ ഏരിയ എവിടെയാണെന്നുള്ള കണ്ടുപിടിക്കുക, കൈയുടെയും കാലിൻ്റെയും ചലനം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. ഇതെല്ലാം ചെയ്യുന്നത് ഒരു റേഡിയോളജിസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ശസ്ത്രക്രിയ സമയത്ത് അൾട്രാസൗണ്ട് ഉപയോഗിക്കും, തലച്ചോറിനകത്ത് പല ഭാഗങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാൻ. അവിടെയും ചില സ്ഥലങ്ങളിൽ റേഡിയോളജിക്കാർ വന്ന് സഹായിക്കാറുണ്ട്. സർജറി ടൈമിൽ ഈ റേഡിയോളജി ടീമും ബ്രെയിൻ അവർ കാണത്തില്ല, അവർക്ക് ഇമേജ് അയച്ചു കൊടുത്ത് ചെയ്യും. അതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ചില ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ഈ MRI ഇമേജസ് നോക്കിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി ഇവരും കാണുമെന്ന്. അല്ല, അവര് സർജറി സമയത്ത് ഇല്ലെങ്കിലും അവരുടെ ഫീഡ്ബാക്ക് വെച്ചാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. പിന്നെ പെത്തോളജിസ്റ്റ്, ഞാനിപ്പോൾ ഒരു ട്യൂമർ എടുക്കാനായിട്ട് ബ്രെയിനകത്ത് കയറുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഗം ട്യൂമർ ആണെന്ന് കരുതി എടുക്കുന്നു. അത് ട്യൂമർ തന്നെ എന്നുള്ളത് ഇമ്മീഡിയറ്റ് ഒരു 15 മിനിറ്റിനുള്ളിൽ റിസൾട്ട് തരുന്ന ഒരു ഫ്രോസൺ സെക്ഷൻ എന്ന് പറഞ്ഞാണ് പെത്തോളജിസ്റ്റ്. അത് ഞങ്ങളുടെ ശ്രീധരയിൽ ഒരു നില താഴെയാണ് അവരിയ്ക്കുന്നത്. അവരുടനെ തന്നെ ഷൂട്ടിൽ കൂടെ താഴോട്ട് ഈ ടിഷ്യൂ ഇടുന്നു. അവർ മൈക്രോസ്കോപ്പിൽ ആദ്യം ഒരു നൈട്രജനകത്തിട്ട് അതിനെ കൂൾ ചെയ്ത് അത് സോളിഡാക്കി അതിനെ കട്ട് ചെയ്ത് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്നു. നമുക്ക് പറയുന്നു ഇത് ട്യൂമർ അല്ല, ഇത് നോർമൽ ബ്രെയിനാണ്, നിങ്ങൾ ശരിയായ സ്ഥലത്ത് എത്തിയിട്ടില്ല. ഉടനെ നമ്മുടെ സ്ട്രാറ്റജി റിവൈസ് ചെയ്യുന്നു, തിരിച്ചു മനസ്സിലായോ, നമ്മൾ വേറെ ഒരു മാർഗത്തിലൂടെ ട്യൂമർ എടുക്കുന്നു. ട്യൂമർ എടുത്തു, ട്യൂമർ ഇതാണ് എന്ന് അവർ കൺഫേം ചെയ്യുന്നു, എന്നാലേ നമ്മൾ മുന്നോട്ട് പോകുക. അപ്പോൾ ഓരോ സർജറി ഓരോ എക്സ്പീരിയൻസും പുതിയ പുതിയ ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസും ആയിരിക്കും. ഇത് അതായത് ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞത് LLL ലൈഫ് ലോങ് ലേണിംഗ്. ആ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം നമ്മൾ ചെയ്ത കാര്യം തന്നെ ചിലപ്പോൾ മാറും, അത് നമ്മൾ അറിഞ്ഞിരണം, തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റ് തന്നെ വീണ്ടും ചെയ്യും. ഇതൊരു എത്ര മണിക്കൂർ എടുക്കും ഒരു സർജറി? സാധാരണ ശ്രീചിത്രയിൽ ചെയ്യുന്ന ശസ്ത്രക്രിയകൾ പലതും ഒരു മിനിമം ഒരു 4 മണിക്കൂർ തൊട്ട് 6 മണിക്കൂർ. ചിലപ്പം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു ശസ്ത്രക്രിയ 18 മണിക്കൂർ 16 മണിക്കൂറൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് എങ്ങനെ ഇത്രയും മണിക്കൂർ കണ്ടിന്യൂസ് വെള്ളം കുടിക്കുകയൊക്കെ വേണ്ട? ന്യൂറോ സർജറി എന്ന് വെച്ചാൽ പലതും ത്യജിക്കേണ്ട ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്. പലപ്പോഴും നിങ്ങൾക്ക് സമയത്തിന് ആഹാരം കഴിക്കാൻ പറ്റില്ല, പലപ്പോഴും നിങ്ങൾക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോലും പറ്റില്ല. അതിനെല്ലാം തയ്യാറായിട്ട് വേണം വരാൻ. ഉറങ്ങാൻ പറ്റില്ല. എല്ലാം ത്യജിച്ചാലേ ഒരു ന്യൂറോ സർജൻ ആവാൻ സാധിക്കും. ശ്രീചിത്ര ഈ രംഗത്ത് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. ഡോക്ടറുടേതായ പേരിൽ ടീമിൻ്റെ പേരിൽ ഒരുപാട് പേറ്റൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് വിശദീകരിക്കുക. അവിടെ നടത്തിയ ഗവേഷണങ്ങളും ശ്രീചിത്രയ്ക്കായിട്ടുള്ള കുറച്ച് മുന്നേറ്റങ്ങൾ. ശ്രീചിത്രയിൽ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് ആശുപത്രി വിഭാഗം, അവിടെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വിഭാഗമുണ്ട്, ബയോമെഡിക്കൽ ടെക്നോളജി എന്ന് പറയുന്നത്. അത് പൂജപ്പുരയിലെ റീജൻ റാണിയുടെ കൊട്ടാരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അല്ലാതെ 1990കളിൽ നമ്മുടെ അവിടെ 97 ശേഷം നമ്മുടെ അവിടെ ഒരു പബ്ലിക് ഹെൽത്ത്, പൊതു ആരോഗ്യത്തിനെ കുറിച്ചുള്ള അച്യുത മേനോൻ സെൻറ്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ്, ഈ 3ഉം കൂടെ ചേർത്താണ് ശ്രീചിത്ര. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സർജൻ ആണെങ്കിൽ പോലും ഞങ്ങൾ അവരോട് ചേർന്ന് പ്രവർത്തിച്ച് അവരുടെ റിസർച്ച് നമ്മുടെ കടമെടുത്ത് നമ്മുടെ രോഗികൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഇത് ചെയ്യും. ഇതൊരു ടീം വർക്കാണ്, ഇതൊരു വ്യക്തിയുടെ മാത്രമല്ല. ഞങ്ങൾക്ക് 3 പേറ്റൻറ്റ് കിട്ടിയിട്ടുള്ളത് അത് കൃത്രിമ എല്ല്, അതായത് തലയോട്ടി പൊട്ടിച്ച് നമ്മൾ അകത്ത് കയറി അതാണ് ആദ്യത്തെ പേറ്റൻറ്റ്. അത് ബർഹോൾ ബട്ടൺ എന്ന് പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ശസ്ത്രക്രിയ കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ വലിയൊരു കുഴി നമ്മുടെ നെറ്റിയിലും തലയോട്ടിയിലും എല്ലാം ഫോം ചെയ്യും. പണ്ടൊക്കെ ഒരു ന്യൂറോ സർജറി എന്ന് പറയുന്നത് എന്താണ്, കാലനിലേക്കുള്ള യാത്ര, അന്ത്യത്തിലേക്കുള്ള യാത്രയാണ്. തിരിച്ചു വന്നാൽ അയാൾ ന്യൂറോ സർജറി കഴിഞ്ഞ് വന്നു എന്ന് പറയാം.
ഇന്ന് അങ്ങനെയല്ല. ന്യൂറോ സർജറിയുടെ സേഫ്റ്റി ആൻഡ് എഫിക്കസി ഹാസ് ഇംപ്രൂവ്ഡ്. അപ്പോൾ ഒരുപാട് വ്യക്തികൾ ദീർഘകാലം നന്നായി ജീവിച്ചിരിക്കും. അപ്പോഴേക്ക് ഈ കോസ്മെറ്റിക് ഔട്ട്കം ഓൾസോ അതായത് ഒരു പെൺകുട്ടി, അതിന് നമ്മളിവിടെ ഒരു ഓപ്പറേഷൻ ചെയ്യുന്നു. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ ഒരു കുഴി ഫോം ചെയ്യുന്നു. ആ കുട്ടി നോർമലായിട്ട് ജീവിക്കാം, പക്ഷെ അതിൻ്റെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നു. അല്ലെങ്കിൽ അതിന് കുട്ടിക്ക് കല്യാണം ആലോചിച്ച് വരും, ആദ്യം നോക്കുന്ന ഇതാണ്. അപ്പോൾ ഇത് വരാതിരിക്കാനായിട്ട് ഞങ്ങളൊരു ബർഹോൾ ബട്ടൺ എന്ന് പറഞ്ഞൊരെണ്ണം ഡെവലപ്പ് ചെയ്തു. അതായത് ഈ നമ്മൾ തലയോട്ടി പൊട്ടിച്ചാണ് നമ്മൾ തലച്ചോറിനുള്ളിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ തലയോട്ടി പൊട്ടിക്കാനായിട്ട് നമ്മൾ 3-4 ഹോള് ഡ്രില്ല് ചെയ്തിട്ട് ഒരു സോ വെച്ച് ഈ പ്ലേറ്റ് ഓഫ് ബോൺ എടുത്ത് മാറ്റും. ഈ ഹോൾ അടയ്ക്കാനായിട്ട് ഒരു കൃത്രിമ എല്ല് ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിപ്പം കമേഴ്ഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസർച്ച് പബ്ലിക്കേഷൻ യൂറോപ്യൻ ജേർണലിൽ പബ്ലിഷായി. രണ്ടാമതായിട്ട് ഇപ്പോൾ ഈയിടെയായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഹൈഡ്രോക്സി ഹെപ്പറ്റൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ എല്ല്, അതിനുള്ളിൽ ഒരുപാട് ചെറിയ സുഷിരങ്ങൾ കാണും. പോസ്, മൈക്രോപോസ്, മാക്രോപോസ്, ചെറിയ സുഷിരങ്ങൾ കാണും. ഇത് ഈ ആൻറ്റിബയോട്ടിക് ലൈനിങ് അകത്തിടുമ്പോൾ ഇതിനുള്ളിൽ ആൻറ്റിബയോട്ടിക് പ്രവേശിക്കും. അപ്പം നമ്മൾ എവിടെയൊക്കെയാണോ എല്ലിൻ്റെ അണുബാധയോ അല്ലെങ്കിൽ കൃത്രിമ എല്ല് വേണം, കാരണം നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ചിലപ്പം എല്ലെടുത്ത് കളയും, കാരണം അത് അസുഖബാധിതമായ എല്ലായിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷനുള്ള എല്ലായിരിക്കും. അപ്പോൾ എല്ലെടുത്ത് കളയുമ്പോൾ പകരം വെക്കാനായിട്ട് നമ്മൾ ഈ ഗ്രാന്യൂൾസ്, ഈ നാനോപോറസ് ബീഡ്സ് അങ്ങ് അവിടെ നിക്ഷേപിക്കും. അപ്പോൾ ഒരു അണുബാധയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഈ ബീഡ്സിൽ നിന്നും ഈ ആൻറ്റിബയോട്ടിക് ഒരു 20 തൊട്ട് 40 ദിവസം വരെ ഇങ്ങനെ സ്ലോ ആയിട്ട് റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ, അതായത് മുറിവുള്ള സ്ഥലത്ത് ഒരു ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ആൻറ്റിബയോട്ടിക് നമുക്കത് കിട്ടും. ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ആദ്യം നടന്നത് കുട്ടികളിൽ കാണുന്ന അണുബാധ, അതായത് ലോങ് ബോൺസിലുള്ള അണുബാധ, അതായത് ഈ കാലിലും കയ്യിലും ഒക്കെയുള്ള അണുബാധ. ഋഷ മാധുരി എന്ന് പറഞ്ഞൊരു ഓർത്തോപെഡിക് സർജൻ CMC വെല്ലൂരിലാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ട്രയൽ ആദ്യമായിട്ട് നടന്നത്. ഇപ്പോൾ നമ്മളത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നട്ടലിൽ വരുന്ന ട്യൂബർക്ലോസിസ്, TB, സ്പൈൻ, ക്ഷയരോഗത്തിനായിട്ടും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളത് ടെക്നോളജി ഇപ്പോൾ കമേഴ്ഷ്യലി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാ ആശുപത്രിയിലും അത് ലഭ്യമാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇത് ഞങ്ങളുടെ വേറൊരു പേറ്റന്റ്, നാനോപോറസ് ബീഡ്സ് ഫോർ ആൻറ്റിബയോട്ടിക് ഡെലിവറി. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മൾ മൂക്കിൽ കൂടി തലച്ചോറിലേക്ക് പ്രവേശിക്കുന്ന ശസ്ത്രക്രിയ ചെയ്യും. അത് പ്രത്യേകിച്ച് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി നമ്മുടെ കണ്ണിൻ്റെ പുറകുവശമാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥി നിലകൊള്ളുന്നത് ഒരു ചെറിയ പാത്രം പോലെ, ഒരു പിറ്റ്യൂട്ടറി ഫോസ, സെല്ല ടെർസിക്ക എന്ന് പറയുന്നു. അപ്പോൾ ഇത് ഈ മൂക്കിൽ കൂടെ വന്ന് ഇതിൻ്റെ താഴെ ഒരു ദ്വാരമുണ്ടാക്കി ഒരു ചെറിയൊരു സുഷിരം ഒരു 8 മില്ലിമീറ്റർ ഒരു സെൻറ്റിമീറ്ററിൽ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ തലച്ചോറിനുള്ളിൽ ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലെ ട്യൂമർ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരും, ഒരു ദ്വാരം വരുന്നു. ഈ ദ്വാരത്തിലൂടെ ബ്രെയിൻ ഫ്ലൂയിഡ് ഒഴുകിപ്പോവും. അത് അണുബാധ ഉണ്ടാക്കും, മെനിഞ്ചൈറ്റിസിലേക്ക് നയിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മളതിനെ കവർ ചെയ്യും. അതിന് ടിഷ്യൂ ഉണ്ട്, ഒരു ഗ്ലൂ ഉണ്ട്, ഒരു പശ, ഒരു ബയോളജിക്കൽ ഗ്ലൂ, ഫൈബ്രിൻ ഗ്ലൂ എന്നാണ് പറയുന്നത്, അത് വെച്ച് അടയ്ക്കും. എന്നിട്ടും അതിനെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പിറ്റ്യൂട്ടറി ബട്ടർസ് എന്ന് പറഞ്ഞ കൊച്ചു ബട്ടൺസ്, വലിയൊരു കാര്യമൊന്നുമല്ല, ഇത് നമ്മുടെ ഭരണിയുടെ അടപ്പ് അതുപോലത്തെ ഒരു ഡിസൈനിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അതും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്, പേറ്റന്റ് കിട്ടി. പ്രധാനമായും മറവി രോഗങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മുടെ ആയുർദൈർഘ്യം കൂടിയതിൻ്റെ കൊണ്ടാണ് നമ്മളിത് കൂടുതൽ ജനസംഖ്യയിൽ ഇപ്പോൾ കൂടുതലായിട്ട് മറവി രോഗങ്ങൾ. അപ്പോൾ ഇതിന് നമുക്ക് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ഇതായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പം ഈ മറവിയെയൊക്കെ ചെറുക്കാനായിട്ട് ബ്രെയിൻ ഫുഡ്, പിന്നെ ബ്രെയിനിന് എക്സസൈസ് എന്നുള്ള പസിൽ സോൾവിങ്, ഇതൊക്കെ പറയുന്നുണ്ട്. ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ട്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യയിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് ആയുർദൈർഘ്യം ഏകദേശം 40ഓളം വയസ്സേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഷഷ്ട്യാബ്ദ പൂർത്തിയും ശതാഭിഷേകവും വളരെ ഭയങ്കരമായിട്ട് നടക്കുന്നത്. എന്നാൽ നമ്മുടെ ശാസ്ത്രത്തിലുള്ള മുന്നേറ്റം, ആഹാരം ലഭ്യത, പിന്നെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റൽ ഹൈജീൻ, ഇതൊക്കെ മെച്ചപ്പെട്ടതനുസരിച്ച് ആയുർദൈർഘ്യവും കൂടി. അങ്ങനെ വന്നതോടുകൂടി ഡീജനറേറ്റീവ് ഡിസീസസ്, അതായത് അപചയം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളുടെ എണ്ണം കൂടി. ഇപ്പോൾ തലച്ചോറിന് തന്നെ നമ്മുടെ പ്രായമാകും തോറും ചില കോശങ്ങൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് പ്രവർത്തന നിലയിൽ തന്നെ കൊണ്ട് നടക്കേണ്ടത്? അതിന് കുറച്ച് വ്യായാമം കൊടുക്കുക. ആഹാരം കൊണ്ട് മാറ്റിയെടുക്കാമോ എന്നുള്ളത് ശാസ്ത്രം ഇതുവരെ തെളിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ കീപ്പ് യുവർ സെൽഫ് മെൻ്റലി ബിസി. മനസ്സിലായ? ഈ മറവി രോഗം വരാതിരിക്കണം, വന്നതിന് ശേഷം ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും മറവി രോഗം വരാതിരിക്കാൻ ഒന്ന് ബി ആക്റ്റീവ് ഫിസിക്കലി.
സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ വയോജനങ്ങൾക്ക് നല്ല എക്സസൈസ് ചെയ്യാനുള്ള ഏരിയ മാർക്ക് ഔട്ട് ചെയ്ത് പാർക്കും അതുപോലുള്ള കാര്യങ്ങളും ചെയ്യുന്നു. ബി ആക്റ്റീവ്, എപ്പോഴും വളരെ ഊർജ്ജസ്വലതയോടെ ജോലി ചെയ്യണമെങ്കിൽ ഏത് വയസ്സായാലും 25-30 വയസ്സായാലും ആക്റ്റീവായിട്ടിരിക്കുക. അപ്പം ബ്രെയിനിനും അത് നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ബ്രെയിനിനുള്ളിൽ 2 കെമിക്കൽസ് ഉണ്ട്, എൻഡോർഫിൻ അല്ലെങ്കിൽ എൻകെഫലിൻ എന്ന് പറയുന്നത്. ഈ എൻഡോർഫിൻ എൻകെഫലിൻ എന്ന് പറയുന്നത് എൻഡോജിനസ് മോർഫീൻ ലൈക്ക് സബ്സ്റ്റൻസസ്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മോർഫീനാണ്. അത് ഹിതകരമായ മോർഫിൻ, അതായത് മോർഫിൻ പോലെ ഇരിക്കും, പക്ഷേ മോർഫിൻ്റെ നെഗറ്റീവ് ഇഫക്ട്സ് ഒന്നുമില്ല, ഒരു ഡ്രഗ് അഡിക്ഷൻ അങ്ങനെയുള്ള അതല്ല. ഇത് നമുക്ക് ഡിപ്രഷൻ മറ്റ് അസുഖങ്ങൾ വരാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെയുള്ളതെന്ന് പറയുന്നത് അതായത് തലച്ചോറിന് എപ്പോഴും എന്തെങ്കിലും ഒരു ചെയ്യാൻ കൊടുക്കുക. മനസ്സിലായി, ചുമ്മാ ഇരുന്ന് അതായത് സമയം കളയാതിരിക്കുക. അത് പസിൽസും സുഡക്കുവും ക്രോസ് വേർഡും, പിന്നെ വറി അബൌട്ട് അതർ തിങ്സ്, worry about the nature, worry about these things, or talk to people, keep yourself socially connected. ഒരുപാട് നമുക്ക് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഒരുപാട് വ്യക്തികളുമായിട്ട് ബന്ധം പുലർത്തുന്നവർക്ക് മറവി രോഗം വരാനുള്ള സാധ്യത കുറവാണ്. സോ കീപ് യുവർ സോഷ്യൽ നെറ്റ്വർക്ക്സ് ഓൺ. സോ ബി ഫിസിക്കലി ആക്റ്റീവ്, വ്യായാമം ദിവസവും ചെയ്യുക. ബി മെൻ്റലി ആക്റ്റീവ്, കുറേ കാര്യങ്ങൾ പഠിക്കുക. അതായത് രാവിലെ പഠിച്ചിട്ട് ഒരു ശ്ലോകമോ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്നും ഒരു പാരഗ്രാഫ് വായിക്കുക, അത് എഴുതുക, വൈകുന്നേരം അത് വീണ്ടും ഓർത്തെടുക്കുക. ഇതൊക്കെ മൈൻഡിന് കൊടുക്കുന്ന ഒരു എക്സസൈസാണ്. മനസ്സിലായോ? പിന്നെ റൈറ്റിംഗ്, ഇത് നമ്മൾ എഴുതുന്നത് വഴി ഒരുപാട് മനസ്സിനെ അതായത് ഇപ്പോൾ എഴുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പേനയുടെ ആവശ്യമില്ല, എല്ലാം ടൈപ്പ് ചെയ്താണ് പോകുന്നത്. പക്ഷെ കൈകൊണ്ട് എഴുതുന്നത് ബ്രെയിനിന് എന്തോ കാരണത്താൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വഴി നമുക്കിത് കുറച്ചൊക്കെ കുറയ്ക്കാൻ പറ്റും. എല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റാൻ പറ്റില്ല. ചില കാര്യങ്ങൾ പ്രകൃതി നമുക്ക് മുന്നിലാണ്, അതിനെ തോൽപ്പിക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് മുന്നിൽ അധിക നേരം വർക്ക് ചെയ്യുന്നവർക്ക് ഈ ബ്രെയിൻ ഫോഗ് കണ്ടീഷൻ വരുന്നെന്ന് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസും ഒക്കെ ഉണ്ട്. അത് ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ഈവൻ ജാക്ക് എ ഡൾ ബോയ്. അതായത് ജോലി മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ എല്ലാ അവയവങ്ങളും തകരാറിലാവും. അത് ബ്രെയിനിന് മാത്രം ഒരു എക്സംഷനൊന്നും ആരും കൊടുത്തിട്ടില്ല. അതായത് മണിക്കൂറുകളോളം ഒരു മുറിയിൽ അടച്ചിട്ട്, മനസ്സിലായോ, കമ്പ്യൂട്ടറിൻ്റെ കൃത്രിമ വെളിച്ചത്തിൽ ജോലി ചെയ്യുന്നവർ, സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും കാണാത്തവർ. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ആ ബയോളജിക്കൽ ക്ലോക്ക് പ്രകാശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അതായത് സൂര്യൻ ഉദിക്കുന്നത് കാണണം, അസ്തമിക്കുന്നത് കാണണം, അറ്റ്ലീസ്റ്റ് അതിനടുത്ത്. ഇതൊന്നും അറിയാതെ മുഴുവൻ സമയവും ഒരു കമ്പ്യൂട്ടറിന് മുന്നിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഞങ്ങൾ തന്നെ ശ്രീത്രയിൽ തന്നെ ഞാൻ 48 മണിക്കൂർ ഡ്യൂട്ടി എടുത്തു കഴിയുമ്പോഴേക്കും എനിക്കറിയാം എൻ്റെ തീരുമാനങ്ങളെല്ലാം ശരിയാകുന്നില്ല, എനിക്കൊരു ഉറക്കം ബ്രേക്ക് വേണം. മനസ്സിലായോ? പല പ്രശ്നങ്ങളും എനിക്ക് ഓർമ്മ വരുന്നില്ല, ഞാൻ ചെയ്തത് എന്താണെന്നുള്ളും സ്ട്രെസ് കാരണം ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ കൃത്യമായ ഉറക്കം, കൃത്യമായ വർക്ക് ലൈഫ് ബാലൻസ്, കൃത്യമായ വ്യായാമം, ഇതെല്ലാം ജനറൽ കാര്യങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് എല്ലാ വ്യക്തികൾക്കും ബാധകമാണ്. നിങ്ങൾ IT-യിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സെംഷൻ എന്നൊന്നുമില്ല. പിന്നെ IT-യിൽ ജോലി ചെയ്യുന്ന പലരും ഒരു വീൽ ചെയറിൽ ഇരുന്നിട്ട് വെള്ളം എടുക്കാൻ പോലും ആ വീൽ തള്ളിക്കൊണ്ടാണ് എടുക്കുന്നത് മറ്റൊരു ടേബിളിൽ പോയിട്ട്. ഇത് ഒഴിവാക്കി കുറച്ചുകൂടി, അതായത് നിങ്ങളൊരു 2 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 10 minutes ഒരു വാക്ക്, ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ദെൻ കം ബാക്ക് ആൻഡ് സിറ്റ്. ഗോ ഔട്ട്സൈഡ്, സീ ദ വേൾഡ്. സൂര്യൻ ഉദിക്കുന്നത് കാണുക, മഴ പെയ്യുന്നത് കാണുക, ചെടി വളരുന്നത് കാണുക, പൂക്കളെ കാണുക. ഇതൊക്കെ മനസ്സിനെ രഞ്ജിപ്പിക്കുന്ന കാര്യമാണ്. പ്ലീസ് ഡു ദിസ് സോ ദാറ്റ് ബ്രെയിൻ ഫോഗ് ക്യാൻ ബി പ്രിവെന്റഡ്. മൊബൈൽ അഡിക്ഷൻ, അത് മറ്റൊരു ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ, അതായിരിക്കും ഏറ്റവും വലിയ. മുതിർന്നവരിലും പലരും ഇത് ഉറക്കക്കുറവ്, അത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കുട്ടികളിൽ അത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷനിലേക്ക് വരുത്തുന്നു, മനോബലം കുറയുന്നു എന്നൊക്കെ ചില പഠനങ്ങൾ പറയുന്നു. കുട്ടികളിലെ പ്രശ്നം എന്ന് പറയുന്നത് അവരൊരു വെർച്വൽ വേൾഡിലാണ്. അതായത് ബട്ടൺ അമർത്തിയാൽ കാര്യം നടക്കും. പക്ഷേ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം നമുക്ക് പുറത്തു പോയി ഒരു കാര്യം ചെയ്യണം. നമുക്ക് വി ഹാവ് ടു മാനേജ് പീപ്പിൾ, വി ഹാവ് ടു മാനേജ് അവർ റിസോഴ്സസ്, വി ഹാവ് ടു മാനേജ് അവർ മണി. All this will not happen by just pressing a few buttons and keeping yourself focused on the screen. പിന്നെ അധികമായാൽ മൊബൈൽ വലിയൊരു വിഷമാണ്. അത് കുട്ടികളിൽ പ്രത്യേകിച്ച് മൊബൈൽ അഡിക്ഷൻ ഡെഫിനറ്റ്ലി ഷുഡ് ബി അവോയ്ഡഡ്. കാരണം ഞാൻ ശ്രീചിത്രയിൽ വെച്ച് ഒരു കണ്ട കാഴ്ച എന്ന് പറയുന്നത്, മൊബൈൽ മാറ്റിയ ഒരു 4 വയസ്സുകാരൻ കുട്ടിയുടെ മുമ്പിൽ നിന്ന് മൊബൈൽ മാറ്റിയപ്പോൾ ആ കുട്ടി നേരെ ഭിത്തിയിൽ ചെന്ന് തലയുണ്ടിരിക്കുന്നു.
മൊബൈൽ തിരിച്ചു കിട്ടാനുണ്ട്. അച്ഛനമ്മമാർ ആ കുട്ടിയെ പേടിച്ചാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. മൊബൈൽ ഒരു മൊബൈൽ ഹൈജീൻ ഷുഡ് ബി ദെയർ. അതായത് കുറച്ച് സമയം സ്ക്രീൻ, ഒരുപാട് സമയം പുറത്ത് ചെന്ന് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക, കളിക്കുക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. ഇത് ഡെഫിനറ്റായിട്ടും വേണ്ടത് കുട്ടിക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനെന്തായാലും ചെറുത്തേ പറ്റുള്ളൂ. അത് കൂടാതെ ഈ മൊബൈലിൽ നിന്ന് റേഡിയേഷൻസ് ഉണ്ട്, അപ്പോൾ അത് ബ്രെയിനിൻ്റെ ചൂടാക്കുന്നു അങ്ങനെയൊക്കെ പറയും. മൊബൈൽ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് തരംഗങ്ങളാണ്. മൈക്രോവേവ് നിങ്ങൾക്കറിയാം, അത് ചൂടാക്കുന്ന ഒരു കാര്യമാണ്. മൊബൈൽ സെറ്റ് തന്നെ നിങ്ങൾ അരമണിക്കൂർ ചെവിയുടെ അടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ചൂടാവുന്നത് നിങ്ങൾക്കറിയാം. ഒരു 5 വർഷത്തിന് മുമ്പ് വരെ അത് കാരണം ചെവിയുടെ ബാക്കിൽ ഒരു ട്യൂമർ വരുന്നു, എക്കോസ്റ്റിക് ന്യൂറിനോമ, അതായത് ചെവിയുടെ അടുത്തുള്ള ബാലൻസിൻ്റെ ഞരമ്പിൽ നിന്നുള്ള ട്യൂമർ വരുന്നു എന്നൊക്കെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. മൊബൈൽ ഫോൺ എന്താ പറയുന്നത്, ഒരു അഡിക്ഷൻ പോലെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ബ്രെയിനിൻ്റെ മറ്റ് ഫങ്ഷൻസിനെ ബാധിക്കും. കാരണം വെച്ചാൽ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതല്ല മനുഷ്യജീവിതം. മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. എ മാൻ ഹാസ് സെവറൽ റോൾസ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ അവരുടെ ജോലി, പിന്നെ അവർക്ക് ചുറ്റുമുള്ളവർക്കോട് ചെയ്യുന്ന ജോലി, സമൂഹത്തിനോട് ചെയ്യുന്ന ജോലി, വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലി, പുറത്ത് ചെയ്യുന്ന ജോലി, ഇതെല്ലാം മറന്ന് മുഴുവൻ സമയവും മൊബൈലിൽ കളിക്കുന്നത് അനാരോഗ്യകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഡ്രൈവിംഗ് സമയത്ത് ഇപ്പോൾ റോഡ് വിജനമാണെങ്കിൽ നമ്മൾ സൈഡിലോട്ടൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് നേരെ നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും വസ്തുവിനെ കാണുന്നത്. അങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്ന ചിലർ ഈ ബ്രെയിൻ ഷോർട്ട് കട്ട്സ് എടുക്കുന്നതുകൊണ്ടാണെന്ന് പറയാറുണ്ട്. അതായത് ഷോർട്ട് കട്ട്സിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഇതെല്ലാം ഒരു ഫോക്കസ് ഇല്ലായ്മ. നമ്മുടെ ശ്രദ്ധ ഒന്നിൽ നിന്ന് മാറി മറ്റൊന്നിലേക്ക് പോകുമ്പോൾ, അതായത് നിങ്ങളൊരു പാട്ട് കേട്ടുകൊണ്ടാണ് ഈ പോകുന്നത്, അപ്പോൾ വഴിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുന്നു, നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കത്തില്ല റോഡിൽ പല കാര്യങ്ങളും സംഭവിക്കും. ചിലപ്പോൾ പെട്ടെന്ന് ഒരാൾ എടുത്തു ചാടാം. അപ്പോൾ നമ്മുടെ ഈ പാട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓടിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു സർപ്രൈസാണ്. ആ സർപ്രൈസിന് നമ്മൾ തയ്യാറെടുത്തിട്ടില്ല, അപ്പോഴാണ് അപകടം സംഭവിക്കുന്നത്. അതായത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒരു കാര്യം ചെയ്യുക, എന്തായാലും അതിനെയാണ് ഇപ്പം മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞ് എല്ലാത്തിലും വരുന്നത്. അതായത് ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കിയെല്ലാം മാറ്റിവെക്കുക. ഇപ്പം മനുഷ്യൻ്റെ ഇപ്പോഴത്തെ യുഗം എന്ന് പറയുന്നത് മൾട്ടി ടാസ്കിങ് യുഗമാണ്. ഒരേ സമയത്ത് 5 കാര്യങ്ങൾ ചെയ്യുക, 10 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അത് അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നു. സാറിൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇപ്പോൾ ഈ സർജറിയൊക്കെ നടത്തുമ്പോൾ എൻ്റെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കേസ് എന്ന് പറയാമോ? എല്ലാ ദിവസവും ഒരു ചലഞ്ച് തന്നെയാണ്. ഓരോ ട്യൂമറും ഓരോ പേഷ്യൻറ്റും നമുക്ക് തുടങ്ങുമ്പോൾ നമുക്കൊരു ചെറിയൊരു നെഞ്ചിരിപ്പോട് തന്നെയാണ് തുടങ്ങുന്നത്. ഇപ്പോഴും എനിക്ക് 20 വർഷത്തോളം സർവീസ് ഉണ്ടെങ്കിൽ പോലും ആ രോഗിക്ക് ഒന്നും വരരുതേ എന്ന ഒരു പ്രാർത്ഥനയോടെ തന്നെയാണ് തുടങ്ങുന്നത്. ചില ട്യൂമറുകൾ നമ്മളെ തോൽപ്പിക്കും, ചില ട്യൂമറുകൾ നമ്മളെ നമ്മൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തോന്നും. മനസ്സിലായോ? ചില ട്യൂമർ ഭയങ്കരമായിട്ട് കരയിപ്പിക്കും. ഇതെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്താണ് റിസൾട്ട് വരുന്നതെന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. ഉദാഹരണത്തിന് മിനിങ്ങാന്ന്, അതായത് വ്യാഴാഴ്ച ചെയ്ത ഒരു മുഴ എന്ന് പറയുന്നത് ഈ 18 മണിക്കൂർ എടുത്തു ചെയ്തു എന്നുള്ള ശസ്ത്രക്രിയ ഒരു 7.5 സെൻറ്റിമീറ്ററുള്ള ഒരു മുഴയായിരുന്നു തലച്ചോറിന്. അത് മറ്റൊരു നഗരത്തിലെ ഒരു ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്തുവെങ്കിലും ഈ ട്യൂമർ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ പിൻവാങ്ങി. അപ്പം ഈ ട്യൂമറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് തലച്ചോറിലെ പ്രധാനപ്പെട്ട രക്തക്കുഴലുകൾ അതിൻ്റെ സൈഡിലിരിക്കുന്നു, കാഴ്ചയുടെ ഞരമ്പ് അതിൻ്റെ താഴെ ഇരിക്കുന്നു. മനസ്സിലായോ? അപ്പം ഇതെല്ലാം സംരക്ഷിച്ചുകൊണ്ട് വേണം ഈ ട്യൂമർ എടുക്കാൻ. ഓരോ പ്രാവശ്യം നമ്മൾ ട്യൂമർ എടുക്കുമ്പോഴും കൈ ഒരു പ്രാവശ്യം തെറ്റിപ്പോവുകയാണെങ്കിൽ നമ്മൾ നോർമലായിരിക്കുന്ന ഒരു ഭാഗത്തിലേക്ക് ഒരു ക്ഷതമേൽപ്പിക്കുകയും അതുമൂലം രോഗിക്ക് വലിയൊരു വിപത്ത് വരുത്തി വയ്ക്കുകയും ചെയ്യും. എല്ലാം ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ ചലഞ്ച് തന്നെയാണ് എല്ലാ ദിവസവും. അത് ഉൾക്കൊണ്ടുകൊണ്ടേ നമുക്കൊരു ന്യൂറോസർജനായിട്ട് കഴിയുവാൻ സാധിക്കും. അപ്പോൾ ഈ സർജറി ചെയ്തു ഈ രോഗി ഇന്ന് അടുത്ത ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പോൾ അത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം, പിന്നെ നമ്മൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ രോഗിയുടെ കൂടെയുള്ളവർ, അവരുടെ അച്ഛനമ്മമാർ, മക്കൾ, ബന്ധുക്കൾ, സഹോദരന്മാർ, ഇവർ കാണുമ്പോൾ ശസ്ത്രക്രിയ നന്നായിട്ട് പോയി, നിങ്ങൾക്ക് ആശ്വസിക്കാം പറയുന്നതിനോടൊപ്പം ഞാനും പറയുന്നത് എനിക്കും ആശ്വസിക്കാം എന്ന് പറയുന്ന ആ പോയിന്റ്, അതാണ് ദ എക്ടസി ഓഫ് ബീയിങ് എ ന്യൂറോസർജൻ, ദ ഹാപ്പിനെസ്, ദ കണ്ടെന്റ്മെന്റ് ദാറ്റ് കംസ് വിത്ത് ദ ജോബ്. കുറ്റബോധം തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സർജന്മാരുടെ തലയിലും കുറേ ശവക്കലറുകളുണ്ടെന്ന് പണ്ടൊരു ന്യൂറോ സർജൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റുപറ്റാത്ത ഒരു ന്യൂറോ സർജനും ഇല്ല.
പലതും നമ്മൾ അറിയാതെ പറ്റുന്നതാണ്. ബ്രിട്ടനിലെ ഒരു ഏറ്റവും പ്രശസ്തനായ ന്യൂറോ സർജൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, ഹെൻറി മാർഷ. ചെറുപ്പത്തിൽ ആദ്യം ചെയ്തൊരു സർജറി. അപ്പോൾ ആവേശത്തിൽ ട്യൂമർ മുഴുവൻ നീക്കം ചെയ്തു, എന്നിട്ടും അതിൻ്റെ ഓരോ ട്രേസും കണ്ടുപിടിച്ച് നീക്കം ചെയ്യാൻ പോയി അത് ഒരു പ്രധാന ആർട്ടറി കട്ട് ചെയ്തത്. അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ റിഗ്രറ്റ്സ് അത് ഈ ജോലിയുടെ ഭാഗമാണ്. നമ്മൾ സന്തോഷിക്കുന്നതിനോടൊപ്പം തന്നെ സങ്കടത്തിനുമുള്ള രണ്ട് ത്രാസിലും ഉണ്ട്, സംതൃപ്തിയും റിഗ്രറ്റ്സും ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻറ് ലൈഫിലായിരിക്കുമല്ലോ ബ്രെയിൻ ഓപ്പൺ ചെയ്ത് കാണുന്നത്, അപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് എന്തായിരുന്നു എന്ന് ഓർമ്മയാണ്. കാരണം നമ്മളെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു ഓർഗനാണ് ബ്രെയിൻ. അപ്പോൾ അത് ലൈവായിട്ട് ഫസ്റ്റ് ആദ്യമായിട്ട് എനിക്ക് ഒരു ശസ്ത്രക്രിയയ്ക്ക് അവസരം കിട്ടി. അത് ഉടനെ ഒന്നും നമ്മൾ കയറിയത് അടുത്ത ദിവസം ഒരു ട്രെയിനിക്ക് ഒരു ന്യൂറോ സർജറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതിനൊരു ഗ്രേഡഡ് റെസ്പോൺസിബിലിറ്റി, അതായത് കൈ കുറച്ച് പക്വത വന്നതിന് ശേഷം ആണ് കിട്ടുന്നത്. നമ്മളൊരു ആദ്യമായിട്ടൊരു സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ആകുമ്പോൾ നമ്മളൊരു ശസ്ത്രക്രിയക്ക് സഹായിയായിട്ട് നമ്മൾ കയറുന്നു, ഒരു അസിസ്റ്റൻ്റായിട്ട് പോകുന്നു. അപ്പോഴവർ ഇങ്ങനെ ക്രേനിയോട്ടമി ചെയ്ത് തലയോട്ടി ഒരു ഭാഗം എടുത്ത് മാറ്റി നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ ബ്രെയിൻ നമ്മുടെ എന്ന് പറയുന്നത് ഇത് പഠിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത്, അത് നമുക്ക് കാണാൻ പറ്റുന്നു. അത് നമ്മുടെ ഒരു എന്താ പറയുന്നത് അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ അതിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഇന്നും ചില സ്ഥലങ്ങളിൽ തുറന്നു നോക്കുമ്പോൾ അതിന് ഫോൾഡും ഇതും എല്ലാം കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഇവിടെയാണ്. ഈ വ്യക്തിയുടെയും ഈ വ്യക്തിക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെയും അവരുടെ സമൂഹത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അത് ഇറ്റ്സ് എ ഹംബ്ലിങ് എക്സ്പീരിയൻസ്. ഇതെല്ലാം കാണുമ്പോൾ നമ്മളൊന്നുമല്ല, പ്രകൃതി ഉണ്ടാക്കി വെച്ച ഏറ്റവും വലിയൊരു കമ്പ്യൂട്ടർ ഇതാ മുന്നിലിരിക്കുന്നു എന്ന് നമുക്ക് തോന്നലുണ്ടാകും. ഈ രോഗികളുമായിട്ടൊക്കെ ഇപ്പോൾ കാരണം ഇത്രയും മണിക്കൂർ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടൊക്കെയാണല്ലോ സർജറി. അപ്പോൾ അവരുമായിട്ടൊരു നല്ല ആത്മബന്ധം ഉണ്ടാകുന്നു. അപ്പോൾ തുടർന്നും അവർ ചികിത്സ കഴിഞ്ഞും ഒക്കെ ഒരടുപ്പം ശ്രീചിത്രയുടെ ഏറ്റവും വലിയ ഒരു ചാരിതാർത്ഥ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് രോഗികളുമായിട്ടുള്ള നമ്മുടെ എന്താണ് പറയുന്നത് എനിക്ക് ഉള്ള അടുപ്പം തന്നെയാണ്. ഞാൻ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറഞ്ഞുതരാം. ഒരു ദിവസം 11:30 മണിക്ക് ഒരു രോഗിയുടെ ഭർത്താവ് വിളിച്ചു, സാർ ഇത് ഞാൻ ഇന്ന ആളുടെ ഭർത്താവാണ്. ഇപ്പം 11:30 മണിയായി. അപ്പോൾ എനിക്ക് ഫസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തോ ക്രൈസിസ് വന്നിട്ടുണ്ട്. കാരണം 11:30 മണിക്ക് ഒരാൾ വിളിക്കുന്നത് എപ്പോഴും ഒരു പ്രശ്നമുണ്ടായിട്ടല്ലേ. ഞാൻ പറഞ്ഞു, എന്താ ഫിറ്റ്സ് ഉണ്ടായോ, അപസ്മാരം ഉണ്ടായോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല. തലവേദന ഛർദ്ദിലും ഉണ്ടോ? ഇല്ല സാർ അതൊന്നും ഇല്ല സാർ. ജാൻസിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, അത് ഞാൻ സാറിനെയാണ് ആദ്യം അറിയിക്കുന്നത്. ഇതൊക്കെയാണ് ഏറ്റവും സന്തോഷകരമായ കാര്യങ്ങൾ ഒരു ന്യൂറോ സർജൻ്റെ ജീവിതത്തിൽ. അത് എനിക്ക് എനിക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അത് അതിനുള്ള എല്ലാ കാരണവും ശ്രീചിത്ര തന്നെയാണ്. ശ്രീചിത്രയിൽ പഠിക്കുവാനും ശ്രീചിത്രയിൽ ജോലി ചെയ്യുവാനും ഒരവസരം എനിക്കുണ്ടായി, അതുമൂലം ഉണ്ടായത് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ 14-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയതുകൊണ്ടാണ് നമ്മൾ ഈ ന്യൂറോ സർജൻസിൻ്റെ ഒരു കണക്ക് നോക്കുമ്പോൾ സ്ത്രീകൾ ഈ രംഗത്ത് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു ജെൻഡർ ഡിഫറൻസ് ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത്. ഒരു കാലത്ത് സ്ത്രീകൾ അധികം കടന്നു വരാത്ത ഒരു മേഖലയായിരുന്നു. പക്ഷേ എന്നാലും കുറേയധികം സ്ത്രീകൾ കേരളത്തിൽ തന്നെ ഡോക്ടർ പുഷ്കല മെഡിക്കൽ കോളേജ് കോട്ടയത്തുണ്ടായിരുന്നു, ഡോക്ടർ ഇന്ദിര നിമാൻസിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 2010 വരെയും വിരളിലെണ്ണാവുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതൊക്കെ മാറി. ഇന്ന് ശ്രീചിത്ര അടക്കം എല്ലാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പെൺകുട്ടികൾ ആണുങ്ങളോടൊപ്പം കിടപിടിച്ച് മത്സരിച്ച് ന്യൂറോ സർജൻ ആവാനുള്ള ശ്രമിക്കുന്നുണ്ട്. പലരും വളരെ നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം, ന്യൂറോ സർജിക്കൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഈ ബയോളജി എടുത്ത് പഠിച്ചു വരുന്നവരാണ് മെഡിസിൻ അഡ്മിഷൻ നേടി ന്യൂറോളജിയിലൊക്കെ വരുമ്പോൾ ഇവിടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ കൂടുതലും. അപ്പോൾ ആ ഒരു പലപ്പോഴും നമ്മൾ ട്രാൻസിഷൻ എങ്ങനെയാണ്? പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ, ബയോളജി വേണം, ഫിസിക്സും ഈ സർജറിയുമായിട്ട് എന്താണ് ബന്ധം? പല പാശ്ചാത്യ രാജ്യങ്ങളിലും, അതായത് ഹെൻറി മാർഷ് എന്നുള്ള ഡോക്ടർ തന്നെ ഒരു എക്കണോമിസ്റ്റായിരുന്നു, ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ചതിന് ശേഷം വരുന്നത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടില്ല. കാരണം വലിയ തീവ്രമായ ഒരു മത്സര പരീക്ഷയിലൂടെയാണ് ഒരാൾക്കൊരു മെഡിസിൻ ഒരു സീറ്റ് കിട്ടുന്നത്. ആ നില ഇതുവരെ മാറിയിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കോമ്പറ്റീഷന് വേണ്ടി അവർ കുറച്ച് ക്രൈറ്റീരിയ വയ്ക്കുന്നു.
അതായത് 10 അടി ചാടിയാലേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ക്രൈറ്റീരിയ വെക്കും. അതിൻ്റെ ഭാഗമായിട്ട് വെച്ചതാണ്. വരും കാലങ്ങളിൽ അതിലൊരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ സോഷ്യൽ സയൻസ്. മെഡിസിൻ ഇസ് എ സോഷ്യൽ സയൻസ്, നോട്ട് എ exact science. Human feelings, human emotions are all expressed every day. നമ്മളെപ്പോഴും പറയും മനുഷ്യൻ യുണീക്കാണ്. ഇപ്പോൾ ജനറ്റിക് സ്റ്റഡീസ് പറയുന്നത് നമ്മൾ DNA നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ DNA 99.4% മറ്റ് ലിവിങ് ഏത് ജീവജാലങ്ങളെടുത്താലും സിമിലർ ആണെന്നാണ്. അപ്പോൾ മനുഷ്യനെ യുണീക്ക് ആക്കുന്നതെന്ന് നമ്മൾ പറയുന്നത് ബ്രെയിൻ തന്നെയാണോ? മനുഷ്യൻ യുണീക്ക് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വാനരും യുണീക്കാണ്, ഒരു ആനയും യുണീക്കാണ്, കടുവയും യുണീക്കാണ്, ഒരു ഉറുമ്പും യുണീക്കാണ്, എല്ലാം യുണീക്കാണ്. പ്രകൃതി എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒരു കാര്യം, മനുഷ്യന് ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ധിഷണ. ആ ധിഷണയിലുണ്ടായ പുരോഗതി കൊണ്ട് സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് ഈ ധിഷണയുടെ ഔട്ട്പുട്ട് ഉള്ള ഫലം മൂലം ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അങ്ങനെ വേണമെങ്കിൽ മനുഷ്യന് മറ്റു സ്പീഷീസിൻ്റെ മേൽ ഒരു മേൽക്കോയ്മയുണ്ടെന്ന് പറയാം. പക്ഷേ അതൊക്കെ പ്രകൃതിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഒരു എർത്ത് ക്വേക്കോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രദേശത്തെ മനുഷ്യനും മരിക്കും, ഉറുമ്പും മരിക്കും, അമീബയും മരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ സെൻസിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യനെ വേറിട്ട് നിർത്തുന്നത് ബ്രെയിൻ വേറിട്ട് നിർത്തുന്നതായിരിക്കാം. പക്ഷേ അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട ഒരു സ്പീഷീസാണ് എന്ന് അവകാശപ്പെടരുത്. കാരണം വേറിട്ട് നിൽക്കുന്ന ആൾ തന്നെ പടക്കോപ്പുകളും യുദ്ധക്കോപ്പുകളും ഉണ്ടാക്കി മറ്റുള്ളവരെ കൊല്ലുന്നു. അത് ശരിയാണോ? അതാണോ വേറിട്ട് നിൽക്കുന്നത് കാര്യം? കിടപ്പ് രോഗികൾക്കായി ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്തല്ലോ. അപ്പോൾ ഈ സ്കള്ള് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ അവിടെ ഇത് പ്ലേറ്റ് സ്ഥാപിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ IISc-ലെ മൈൽ ലാബിൽ പ്രൊഫസർ AG രാമകൃഷ്ണനും മലയാളിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജെറിൻ തോമസും ചേർന്ന് തോട്ട്സ് ഡീകോഡിങ് EEG സിഗ്നൽസ് വെച്ച് ഇങ്ങനെ സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇത് ബ്രെയിനിനെ എന്തെങ്കിലും ദോഷകരമായി ബാധിക്കുമോ? പക്ഷേ നമ്മുടെ ഇവിടുത്തെ എത്തിക്സ് പരമായിട്ടുള്ള ചെറിയ ചോദ്യങ്ങളേ ഉള്ളൂ. പക്ഷെ ന്യൂറാലിങ്ക് എങ്ങനെയാണ്? കാരണം ബ്രെയിനിനുള്ളിൽ ഇംപ്ലാന്റ് ചെയ്യുകയാണല്ലോ. ന്യൂറാലിങ്ക് എന്ന് പറയുന്നത് തലച്ചോറിനുള്ളിൽ ഒരുപാട് പ്രോബ്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ഫിക്സ് ചെയ്യുന്നു. ഈ ഇലക്ട്രോഡ്സ് വെളിയിലുള്ള ഒരു കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം നടത്തുവാൻ അതിന് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനെയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ ഹ്യൂമൻ മെഷീൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോലിങ്ക് വഴി എന്താ സാധിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ശാസ്ത്രം അതൊരു പുരോഗതി തന്നെയാണ്. അത് നിഷേധിക്കപ്പെടാനാവാത്ത എന്തൊക്കെ എത്തിക്സ് ആൾക്കാർ പറഞ്ഞാലും മനസ്സിലായോ, അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിലിരിക്കുന്നത്. അതായത് ഈ നൊളാൻ എന്ന് പറഞ്ഞൊരു കഴുത്തിന് താഴെ തളർന്ന ഒരു വ്യക്തിക്കാണ് ആദ്യമായിട്ട് ഇത് ഇംപ്ലാന്റ് ചെയ്തത്. അതായത് തലച്ചോറിൽ റോബോട്ട് ഉപയോഗിച്ച് ചെറിയ ചെറിയ പ്രോബ്സ്, അതായത് ഇലക്ട്രോഡ്സ് വെക്കുന്നു. അത് തലച്ചോറിനുള്ളിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി പിക്ക് ചെയ്യുന്നു. അതൊരു കമ്പ്യൂട്ടറുമായിട്ട് അത് പങ്കുവയ്ക്കുന്നു. അതായത് എനിക്കൊരു പാട്ട് കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പാട്ട് കേൾക്കാനുള്ള ഏരിയയിൽ നിന്നുള്ള കിരണങ്ങൾ, വൈദ്യുതി തരംഗങ്ങൾ ഇലക്ട്രോഡ് വഴി വന്ന് കമ്പ്യൂട്ടറിലേക്ക് പോവുകയും കമ്പ്യൂട്ടർ അത് തിരിച്ചറിയുകയും പാട്ട് പ്ലേ ചെയ്യുകയും ചെയ്യുന്നു. ഇത് ഡെഫിനറ്റ്ലി ഇതൊരു വലിയൊരു ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഗ്രേറ്റ് റിമാർക്കബിൾ പ്രോഗ്രസ്. പക്ഷേ അതുകൊണ്ട് നാളെ ഇനി ക്രിമിനലുകൾക്കെല്ലാം ഇത് വെക്കണോ? അവരെ താഴ്ത്തി വെക്കാനായിട്ട്? അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെടാത്ത ഒരു വ്യക്തിക്ക്, ഇപ്പോൾ ഒരു ഭരണാധികാരിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ വയ്ക്കണമെങ്കിൽ ഒരു ന്യൂറാലിങ്ക് വെച്ച് ഒരു ജയിലിടുന്നതിന് പകരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണ് എത്തിസിസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. പക്ഷെ അത് നമുക്ക് ആദ്യം ഇതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞ് വരുന്നതെന്ന് കാണാം. ഡെഫിനറ്റ്ലി ഒരു കൈയും കാലും തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പുറം ലോകവുമായി ആശയവിനിമയം നടത്തുകയും കുറച്ചെങ്കിലും സ്വയം നോക്കാനുള്ള കഴിവ് ഇതുവഴി സിദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ശരിക്കും ഒരു വലിയ പുരോഗതി ശാസ്ത്ര പുരോഗതി തന്നെയാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കോവിഡ് വാക്സിനെ കുറിച്ച് ഒരുപാട് ആശങ്കകൾ ഇപ്പോൾ ഉള്ള ഒരു സമയമാണ്. കാരണം കുറച്ച് റിപ്പോർട്ട്സ് അങ്ങനെ വന്നതുകൊണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ബ്രെയിനിനെ എന്തെങ്കിലും തരത്തിൽ ഇത് വാക്സിൻ ബാധിച്ചിട്ടുണ്ടോ? വാക്സിൻ്റെ ഇഫക്റ്റ് യൂഷ്വലി 1 മാസമോ 2 മാസമോ കൂടുതൽ നിലനിൽക്കാറില്ല. വാക്സിനെ കൊണ്ട് ഏറ്റവും വലിയ കോൺട്രവേഴ്സീസ് ത്രോംബോസൈറ്റോസിസ് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്നുള്ള, അതായത് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം കൂടുകയും
തലച്ചോറിനുള്ളിലെ പ്രത്യേകിച്ച് അശുദ്ധ രക്തക്കുഴലിനുള്ളിൽ രക്തം കട്ടപിടിക്കുകയും അതുവഴി ഒരു സ്ട്രോക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചില വാക്സിനുകൾക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന ചില ആരോപണങ്ങൾ. പക്ഷേ ഇതിൽ ചില ആസ്ട്രാസെനെക്ക പോലുള്ള കമ്പനികൾ അത് അംഗീകരിച്ചിട്ടുണ്ട്. അവർ എന്തായാലും, പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഏതൊരു വാക്സിനായാലും ഏതൊരു മരുന്നായാലും അതിന് കുറച്ചൊരു പാർശ്വഫലങ്ങൾ ഉണ്ടായിരിക്കും. ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഈ വാക്സിൻ എടുത്തത്. വാക്സിൻ എടുത്ത ദിവസം നമുക്ക് ഒരു പനിയും ഒരു ഉന്മേഷക്കുറവും ഒരു പ്രയാസം പോലെ തോന്നുകയും ഒക്കെ ഉണ്ടായി. ഇതെല്ലാം ഒരു വാക്സിൻ അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ ഒരു സൈഡ് ഇഫക്റ്റാണ്. പക്ഷെ ഒരു കാര്യം മറുവശത്തുനിന്ന് ചിന്തിക്കുക, കോവിഡ് വാക്സിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് മാനവരാശി വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇന്ന് ആ വാക്സിൻ ഇല്ലായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് ആൾക്കാർ മരണമടഞ്ഞേനെ കോവിഡ് മൂലം. പിന്നെ എന്ത് നല്ലൊരു കാര്യം ഉണ്ടാകുമ്പോഴും അതിൽ കുറച്ച് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് ശാസ്ത്രത്തിൻ്റെ ഒരു സത്യമാണ്. ആഴ്ചയിൽ 7 ദിവസവും പബ്ലിക്കിനായിട്ട് മാറ്റി വെക്കുന്നു, ഒരൊഴിവ് ദിവസം പോലും എടുക്കാതെ ഹോസ്പിറ്റലിൽ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഡോക്ടറിനെ പബ്ലിക്കിൻ്റെ വേണ്ടി വിട്ടുതരുന്ന ഫാമിലിക്ക് ആദ്യം നന്ദി പറയുന്നു. ഇത്രയും നേരം ഇതെല്ലാം വിശദീകരിച്ചതിന് വളരെയധികം നന്ദി. ഇനിയും മുന്നോട്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തട്ടെ എന്ന് ആശംസിക്കും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. നന്ദി. നമസ്കാരം. താങ്ക് യു.